മന്ത്രി എം പി രാജേഷ് ഇന്ന് സഭയിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, അതൊരു കുത്തുകേസോ ഒരു സാധാരണ കേസോ അല്ല. ഏതൊക്കെ അട്ടിമറിയിൽ ആരൊക്കെ ഊരിപ്പോയാലും രാജ്യത്തിനകത്തും പുറത്തും കോടിക്കണക്കിന് ആളുകൾ ഉപാസനാമൂർത്തിയായി കണ്ട് ആരാധിക്കുന്ന അയ്യപ്പന്റെ പൂങ്കാവനത്തിലൊരു മാഫിയ കോക്കസ്, കാട്ടുകള്ളന്മാർ ദേവസ്ഥാനം കാക്കാൻ ബാധ്യസ്ഥമായ അധികാര സ്ഥാനങ്ങളുടെ നാണം കെട്ട ഒത്താശയിൽ കയറി ഇറങ്ങി നെറികെട്ട് നിറങ്ങി കാശുണ്ടാക്കിയ ഒരു കറുത്ത കാലത്തിന്റെ ഒരിക്കലും മറക്കാനാവാത്തൊരു ചരിത്രമാണ് ആ കേസിന് നാൾ വഴി. ചരണമന്ത്രങ്ങളുടെ 18 പടികളും താണ്ടി ഒന്ന് കൈകൂപ്പി നിൽക്കാൻ ഒറ്റ നിമിഷം ആയുഷ്കാല സായുജ്യമായി കാണുന്ന ആ വിശ്വാസി വികാരവഞ്ചനയിൽ ശ്രീകോവിൽ വരെ കൈവക്കാൻ മടിയില്ലാത്ത ആ തെമ്മാടിക്കൂട്ടത്തിന്റെ തലവൻ, ക്ഷേത്രക്കൊള്ളയുടെ സൂത്രധാരൻ, ഒന്നാം പ്രതിയായ കള്ളപ്പൊറ്റിയുടെ ജാമ്യം കണ്ട ആരും എന്റെ അയ്യപ്പ എന്ന് വിളിക്കേണ്ട, പൂർണ്ണ കുറ്റപത്രമല്ല താൽക്കാലിക കുറ്റപത്രം പോലും ഇല്ലാത്തതിൽ സ്വാഭാവിക ജാമ്യം ഏത് കുറ്റവാളിയുടെയും ബൈ ഡീഫോൾട്ട് അവകാശമാണ്. ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ദ എക്സെപ്ഷൻ എന്നാണ് ഐഡിയൽ പ്രമാണമെങ്കിലും ഈ പ്രതികൾ ഇറങ്ങിപ്പോയാൽ അവർ അന്വേഷണം അട്ടിമറിക്കുമെന്ന ആശങ്ക ഒരു കോടതി ഉത്തരവിലാണ്. ആ ട്രയൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും കൊടുക്കാത്ത മോചനം സാങ്കേതികമായി സാധ്യമാകാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യൂ അന്വേഷണ സംഘമേ എന്ന് പറഞ്ഞ ഉത്തരവിന്റെ ആഴ്ച ഒന്നായപ്പോഴേക്കും പോറ്റിയടക്കം പ്രധാനികൾ ഇറങ്ങിയെങ്കിൽ അർത്ഥം രണ്ടാണ്. ഒന്നുകിൽ നടുവിനടിയേറ്റ SIT അന്വേഷണത്തിൽ ബമ്പർ പരാജയം, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് അന്വേഷണ ബാക്കിയിൽ നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും കരുതാത്ത മാരകമായ ഏതോ സുഭാഷ് കപൂർ മോഡൽ ഡെക്കോയിറ്റി കോടതി പറയട്ടെ. പക്ഷെ എല്ലാം കോടതി, എല്ലാം SIT, പ്രതിഷേധമുണ്ടായാൽ കോടതിക്കെതിരെ എന്ന നറേറ്റീവ് ഒരു സർക്കാർ ഉണ്ടാക്കിയെടുക്കുന്നത് രക്ഷപ്പെടാനുള്ള അടവാണ്, ഉടായ്പാണ്. ഓർക്കണം, ആ ദേവസ്വം ബോർഡ് അടിച്ചിറക്കിയ തിട്ടൂര ബലത്തിൽ ശാസ്താവിന്റെ ശ്രീകോവിൽ അള്ളിയ ക്ഷേത്രക്കൊള്ളയുണ്ടായ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. ആ കൊള്ളയുടെ തുടർച്ച എന്ന് കോടതി സംശയിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ്. പോറ്റിയിറങ്ങിയിട്ട് മുറങ്ങാനാവാതെ ജയിൽ ചപ്പാത്തി അടിക്കുന്നത് XMLA ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. എന്നിട്ടും സോണിയാഗാന്ധി വാജിവാഹനം എന്ന ആവർത്തന ക്യാപ്സൂൾ പണിയെങ്കിൽ മാഞ്ഞു പോകുന്നതാണോ സാറേ അപരിഹാരം രാഷ്ട്രീയ കറ? പാർട്ടിക്ക് വേണ്ടി RSS കൊലക്കത്തിയിൽ പിടഞ്ഞു വീണൊരുത്തന്റെ ചോര വീണ കാശ് പോലും ഒരു നേതാവ് കൈവറക്കാതെ അടിച്ചുമാറ്റി എന്ന് രേഖാമൂലം പറഞ്ഞ വയോധികൻ ജില്ലാ കമ്മിറ്റി അംഗത്തെ പടിയടച്ച് പിണ്ടം വെച്ചവർ. ആ കൊള്ളക്കേസിൽ ജില്ലാ കമ്മിറ്റി അംഗത്തിന് ജയിലിറക്കം ആഘോഷമാക്കണം, അണിയിക്കണം രക്തഹാരം, മുഴങ്ങണം മുദ്രാവാക്യം, ഞങ്ങളെയാകെ നയിച്ച സഖാവേ, വീരസഖാവേ, ധീരസഖാവേ, ധീരസഖാവേ സിന്ദാബാദ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. പരസ്യമായി ചെയറിനെ തെരുവിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന്? നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല. ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തരുത് എന്നതാണ്. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം നിൽക്കില്ല, പോറ്റി ചെന്നിടങ്ങളിലേക്കെല്ലാം അന്വേഷണം എത്തേണ്ടി വരും. ഭയമാണ്, ഉൾക്കിടിലമാണ് പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് ഈ കോപ്രായം മുഴുവൻ ഇവിടെ കാണിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് രാജു പി നായർ, ശ്രീ VS നിതിൻദേവ്, ശ്രീ M ജയചന്ദ്രൻ, ശ്രീ മഹേഷ് പണിക്കർ, ശ്രീ ശ്രീജിത് പണിക്കർ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ മഹേഷ് പണിക്കറിലേക്ക് പോകുന്നു. ശ്രീ മഹേഷ് പണിക്കർ, ഇവരൊന്നും ചില്ലറക്കാരല്ല, അന്വേഷണം അട്ടിമറിക്കാൻ സ്വാധീനമുള്ളവരെന്ന് കോടതി തന്നെ പറഞ്ഞവരാണ്, SIT പറഞ്ഞവരാണ്. ഈ പോറ്റി, ഗോവർദ്ധൻ, പണ്ടാരിക്കൊക്കെ വേണ്ടി സുപ്രീം കോടതിയിലടക്കം ട്രയലിനിറങ്ങാൻ തയ്യാറായ ബെഞ്ചിലിരിക്കുന്ന വക്കീലന്മാരുടെ പേര് കേൾക്കുന്നത് സത്യമാണെങ്കിൽ കോടികൾ വിലയുള്ള പഞ്ചനക്ഷത്ര വക്കീലന്മാരാണ്. ബെല്ലാരി കണക്ഷൻസ്, രാഷ്ട്രീയ ബന്ധങ്ങൾ, ഇവരൊക്കെ ജാമ്യത്തിലിറങ്ങുന്നത് അന്വേഷണത്തെ സ്വാധീനിക്കില്ല, ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് നിഷ്കളങ്കമായി വിശ്വസിക്കണോ ശ്രീ മഹേഷ് പണിക്കർ? ഇല്ല, തീർച്ചയായിട്ടും അതിനകത്ത് ഒരേ സമയം ആശങ്കയും അതുപോലെ തന്നെ ചില പ്രതീക്ഷയുമുണ്ട്. കാര്യം ആശങ്ക എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നാളിതുവരെയുള്ള അയാളുടെ വിശ്വരൂപത്തിൻ്റെ ചില ഭാഗങ്ങൾ ചില ഫോട്ടോ ആയിട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. കാര്യം അത്രമാത്രം വലിപ്പമുള്ള ആളുകളുമായിട്ടാണ് അയാൾ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ഈ ശബരിമല ബേസ് ചെയ്തിട്ടാണ്. അവിടുത്തെ മുഖ്യ പുരോഹിതൻ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയക്കാരെയും പോലീസുകാരെയും ഉന്നത സിനിമാ ബന്ധവും വ്യവസായ ബന്ധവും, അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മൊത്തം ചെയ്തിരിക്കുന്നത്, ഈ കളവ് മൊത്തം അറിയാവുന്ന ഇതിൻ്റെ കിങ് പിന്നായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ വ്യക്തി, അയാൾ ഉറപ്പായിട്ട് ഇതുവരെ നമുക്ക് തൊണ്ടി കിട്ടിയിട്ടില്ല. അപ്പം തൊണ്ടി കിട്ടാത്തടത്തോളം കാലം ഈ ഒരു സാധനം അയാളുടെ കയ്യിലാണ് ഈ കേസ് ഇരിക്കുന്നത്. ഈ തൊണ്ടി കിട്ടിയില്ലെങ്കിൽ കേസിൻ്റെ ഗതി എന്താവും? അപ്പം തൊണ്ടിയുടെ കേസിൽ ഇയാൾ ഇപ്പോൾ പുറത്താണെങ്കിൽ അകത്തുള്ളതിനേക്കാളും കൂടുതലായിട്ട് അവർക്ക് ഗൂഢാലോചന നടത്തി
വഴി ആ തൊണ്ടി പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്ത് വന്നാലും കുഴപ്പമില്ല, ഈ തെളിവുകളൊക്കെ ഇനഫാണ് എന്ന് പറഞ്ഞ ആ ഒരു ആശ്വാസമുണ്ട്. കാര്യം എന്നിരുന്നാലും ഇയാൾ പുറത്ത് വന്നത് വളരെ വേദനാജനകമാണ്. സാങ്കേതികത്വമായിട്ട് ശരിയായിട്ടാണെങ്കിലും 90 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണേലും അതൊരു അയ്യപ്പ വിശ്വാസം എന്നുള്ള രീതിയിലും ഈ കേസിനെ ആദ്യം പോലും നമ്മൾ കാണുന്ന ഒരു മലയാള മനസ്സെന്നുള്ള രീതിയിലും നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു അന്വേഷണം അവർക്കറിയാമല്ലോ, അവരുടെ ഒരു ചെറിയ പരാജയമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. കാര്യം തൊണ്ടിമുതലിൻ്റെ അന്വേഷണം അവർ വളരെ അടുത്ത കാലത്താണ് തൊണ്ടിമുതൽ അല്ലെങ്കിൽ ഈ വിശ്വാസക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളിലേക്കുള്ള അന്വേഷണം എത്തിയത്. ഈ പറയുന്ന പൂജകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പോഴും അങ്ങനെ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ പാളികളുടെ ശാസ്ത്രീയ പരീക്ഷണം അങ്ങനത്തെ രീതിയിലുള്ള അതിനകത്തൊക്കെ കുറേ അവ്യക്തതയും കുറേ പരാധീനതകളും അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അത് ശരിയായ രീതിയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ സാമ്പിളൊക്കെ എടുത്ത് ചെമ്പ് മാത്രമായിട്ടുള്ള സാമ്പിളൊക്കെ എടുത്ത് അത് പരിശോധിക്കുന്നു അറിയുന്നു. അതിൻ്റെ റിസൾട്ട് വരാനുള്ള വെയിറ്റിംഗ് ആണ്. പക്ഷേ ആ വെയിറ്റിംഗ് ഇതൊക്കെ ആദ്യമേ ചെയ്യായിരുന്നു. ഈ ഒരു കേസ് ഫ്രെയിം ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ആദ്യമേ ചെയ്യായിരുന്നു. അതിനകത്തൊരു ലാഗ് വന്നിട്ടുണ്ട്, അത് കാര്യം. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിസ്തൃതിയാണ്. ഈ കേസ് ചെറിയൊരു ധാരപാലക പാളി തുടങ്ങിയിട്ട് പിന്നെ കട്ടയിലോട്ടും കഥകിലോട്ടും കൊടിമരത്തിലോട്ടും വാജിവാഹനത്തിലോട്ടും മണികളിലോട്ടും അങ്ങോട്ടും 98 മുതലുള്ള വിജയമല്യയുടെ കാലം മുതലുള്ള മൊത്തം അവിടുത്തെ ഈ സ്വർണം മാത്രമല്ലല്ലോ, നെയ്യ്. ഇപ്പോൾ വേറൊരു സുനിൽകുമാർ പോറ്റി എന്ന് പറഞ്ഞ ഒരാൾ ഭാഗത്തായിട്ടുണ്ട് നെയ്ക്കൊള്ള, അതും 30-35 ലക്ഷം രൂപയാണ്. നിസാര അതിൻ്റെ ഒരു ചെറിയ പോർഷൻ ഒരു അറ്റമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പം വിജിലൻസിൻ്റെ അദ്ദേഹം 5 ലക്ഷം രൂപയുടെ മേൽശാന്തിയുടെ റൂമിൽ നിന്ന് ഇപ്രാവശ്യം തന്നെ ഈ സീസൺ ആദ്യം തന്നെ പിടിച്ചതാണ്. അപ്പം ഇങ്ങനത്തെ നിരന്തരമുള്ള കൊള്ളകളിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു പ്രതീക്ഷയുടെ ഒരു ഭാഗം, കാര്യം ഇതൊരു നിസാരമായിട്ടുള്ള ഒരു പാളികളിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ഇപ്പം ജയിലിൽ കിടക്കുന്നവരോ മാത്രമല്ല, അതിന് പുറത്തും വലിയ വലിയ ആൾക്കാരുണ്ടെന്നുള്ള ആ ഒരു തോന്നൽ ഹാഷ്മി ആദ്യം സൂചിപ്പിച്ച പോലെ മറ്റ് പ്രഗത്ഭരായ ആൾക്കാർ പുറത്തുണ്ട്. അപ്പം അവരിലേക്കൊക്കെ അല്ലെ ആ ദൈവതുല്യർ എന്നൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഇപ്പം കയറിയിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാരിലേക്കൊക്കെ അന്വേഷണം കാലാകാലങ്ങളിലേക്കുള്ള അന്വേഷണം എത്തുമ്പം അതിലേക്കുള്ള ഫ്രെയിമിങ്ങിന് വേണ്ടി അവർക്ക് കുറച്ച് സമയം കൂടെ ഒക്കെ കൊടുക്കുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കയ്യിലാണ് ഇപ്പോൾ ഇതിൻ്റെ എല്ലാ തെളിവുകളും ഇവരെന്തൊക്കെയാണ് കണ്ടെത്തിയെന്നുള്ളതുള്ളത്. അപ്പം ഇയാൾ പുറത്തിറങ്ങിയത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ മൊത്തത്തിൽ ശബരിമല മൊത്തത്തിലൊരു ശുദ്ധീകരണത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ ശ്രമിക്കുമ്പോഴത്തേക്ക്, കാര്യം 75ാമത്തെ വാർഷികമാണ് ഇപ്പോഴത്തെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് ഈ പറഞ്ഞ മെയ് മാസത്തിൽ വരുന്നത്. അപ്പം അത് കാരണം ആ ഒരു ഇതിൽ കംപ്ലീറ്റ് ഈ പറയുന്ന എല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആൾക്കാരെയും ഒന്ന് അകത്തേക്ക് കാരാഗ്രഹത്തിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ആ ഒരു വിശ്വാസം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇയാൾ പുറത്തിറങ്ങിയെന്നും പറഞ്ഞൊരു വിഷമം ഉണ്ടാകേണ്ട സാഹചര്യം എന്നാണ് അങ്ങ് പറയുന്നത്. ഞാൻ അങ്ങനെ രാജു പി നായർ ഇന്നും സഭയിൽ അത് ചർച്ചയാക്കി SIT സംശയിക്കുകയാണ്, രാഷ്ട്രീയ ടീം സംശയിക്കുകയാണ്. പക്ഷേ ഇന്നലെയും ഈ മേൽനോട്ടം, നേരത്തെ ശ്രീ മഹേഷ് പണിക്കർ പറഞ്ഞതുപോലെ ഇന്നലെയും ഈ മേൽനോട്ടം വഹിക്കുന്ന ദേവസ്വം ബെഞ്ച് SITക്ക് പൂർണ്ണാർത്ഥത്തിൽ സാധൂർണം കൊടുക്കുകയാണ്. ടു ദ പോയിന്റ്, നിങ്ങളുടെ സംശയങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ്, അതിന് തെളിവെന്താണ് രാജു പി നായർ? ഞാൻ തിരിച്ചൊരു ചോദ്യത്തിലൂടെ ഒന്ന് വ്യക്തത വരുത്താൻ ചോദിച്ചോട്ടെ. ഹാഷ്മിയെ സംബന്ധിച്ചുള്ള ഈ ശബരിമല ക്ഷേത്ര കൊള്ളയിൽ എന്താണ് കൊള്ളയടിക്കപ്പെട്ടത് എന്നുള്ളതിന് വ്യക്തതയുണ്ടോ? ഇല്ല. അതല്ലേ നമ്മുടെ എല്ലാം സംശയം. കട്ടളപ്പാളിയിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണ്ണപ്പാളിയിൽ നിന്നും സ്വർണം ഉരുക്കിക്കൊണ്ട് 1 കിലോയുടെ സ്വർണം കച്ചവടം നടത്താൻ വേണ്ടിയായിരുന്നോ ഈ കണ്ട ക്രമക്കേടും ഗൂഢാലോചനയും എല്ലാം നടത്തിയത്? അല്ല. അതെന്തായാലും നമുക്ക് വളരെ വ്യക്തമാണ്. 39 ദിവസം ആ 2019 ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം അത് വഴിയിൽ വെച്ച് വിറ്റഴിച്ചതല്ല എന്നുള്ളതും വ്യക്തമാണ്. മറിച്ച് അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ SITയെ സംബന്ധിച്ച് ഉള്ള തീരുമാനമെടുത്ത കോടതി തന്നെ അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ നടന്ന ഒരു കൊള്ളയാണിതെന്ന് സംശയിക്കുന്നു എന്നു പറഞ്ഞ ഒരു കേസാണ്. അവിടെ എന്താണ് തൊണ്ടി, എന്താണ് ക്രൈം, പോട്ടെ തൊണ്ടി അവിടെ നിൽക്കട്ടെ, എന്താണ് ക്രൈം? ആ ക്രൈമിൽ പോലും വ്യക്തത വരാതെ നിൽക്കുന്ന സമയത്ത് ഈ 90 ദിവസം കൊണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടി പ്രതികൾ പുറത്തിറങ്ങിയത് നല്ലൊരു അന്വേഷണമാണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഹൈക്കോടതി പറഞ്ഞാൽ ഹൈക്കോടതിയും വിമർശിക്കേണ്ടി വരും. അല്ല ശ്രീ രാജുപിന്നർ, അവിടെ പ്രശ്നം എന്താണ്? അവിടെ പ്രശ്നം നമുക്കറിയാത്ത കുറേയധികം കാര്യങ്ങൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് അറിയാം. ഇന്നലെയും CBI അന്വേഷണം ആവശ്യപ്പെട്ട് പരിഗണിക്കുമ്പോൾ ഇത് എം പി രാജേഷ് പറയുന്ന പോലെ ഇത് സാധാരണ കേസല്ല, അത് സമയമെടുക്കുന്ന കേസാണ്, മതിയായ സമയം കൊടുക്കൂ എന്നൊക്കെയാണ് ഇത് കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ദേവസ്വം ബെഞ്ച് പറയുന്നത്. നമുക്കറിയാത്ത എന്തോ കാര്യങ്ങൾ കോടതിക്ക് അറിയാം. രാജു പി നായർ, അല്ല അത് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യങ്ങൾ മുഴുവൻ അറിയാവുന്ന ദേവസ്വം ബെഞ്ച് കഴിഞ്ഞ 11 ഉത്തരവുകളായിട്ട് പുറത്തേക്ക് വന്ന വിവരങ്ങൾ, ഹാഷ്മി ഞാനും VD സതീശനും അല്ലല്ലോ സുഭാഷ് കപൂറിൻ്റെ മാതൃകയിൽ ഈ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള സംശയം മുന്നോട്ട് വെച്ചത്, ആണോ? അല്ലല്ലോ. ഈ കോടതി തന്നെയല്ലേ ആ സംശയം മുന്നോട്ട് വെച്ചത്. സീൽഡ് കവറിൽ കൊടുത്ത രേഖകൾ പരിശോധിച്ചതിന് ശേഷമല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഉത്തരവാദിത്വവും
അതുപോലെ തന്നെ 2025 PS പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്വം ഉൾപ്പെടെയെല്ലാം വെറുതെ പാസിംഗ് കമൻ്റ് ആയിരുന്നില്ലല്ലോ. 11 ഉത്തരവുകളിലൂടെ പുറത്തേക്കല്ലേ കോടതി പറഞ്ഞത്. കോടതി ഇന്ന് പറയുന്നത് അവരുടെ തന്നെ 11 ജഡ്ജ്മെൻറ്റിനകത്തുള്ള കണ്ടന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാണോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ നടന്ന ഒരു കൊള്ളയെ സംബന്ധിച്ച് അതിൻ്റെ മുഴുവൻ പ്രതികളും സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തേക്ക് പോയാൽ തൊണ്ടി മുതൽ കണ്ടെത്തിയിട്ടില്ലാത്ത സമയത്ത് ആ കേസിനെ എങ്ങനെ ബാധിക്കും? നേരത്തെ ശ്രീ മഹേഷ് ഇവിടെ ചോദിച്ച കാര്യം ഞാൻ ആവർത്തിക്കുക. രണ്ടാമതൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ദിവസത്തെ അന്വേഷണത്തിൻ്റെ കീഴിൽ കോടതി തന്നെ പറഞ്ഞ അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നു എന്ന് വന്നിട്ട് അതിൻ്റെ പുറകെ SIT പോയത് എന്തെങ്കിലും നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതെങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു? ഇതെങ്ങനെയാണ് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ? അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാതൃകയിൽ എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ പുറത്തേക്ക് കൊണ്ടുപോകണമല്ലോ. ഇന്ത്യയുടെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? അതോ ഇത് ഇന്ത്യക്കകത്ത് തന്നെയുണ്ടോ? പോട്ടെ, ഇനി അവിടെ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ? കോടതി തന്നെയാണല്ലോ പറഞ്ഞത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം അവിടെ ഇരിക്കുന്നത്, യഥാർത്ഥത്തിലുള്ളത് കടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ശബരിമലയിൽ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് പോലും ഇതുവരെ SITക്ക് പറയാൻ സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചോളം എന്ത് വ്യക്തതയാണ് നമുക്കുള്ളത്? 11ഓളം കോടതിയുടെ ജഡ്ജ്മെന്റിൽ നിന്ന് ഉയർത്തപ്പെട്ട സംശയങ്ങളുടെ വ്യക്തതയാണ് ഞാൻ ചോദിക്കുന്നത്. ആ വ്യക്തത ഹാഷ്മിക്കും എനിക്കും ഇവിടെയുള്ളവർക്കും ഇല്ല, CPM മാത്രമേ ആ വ്യക്തതയുണ്ട്. ഇല്ല, CPM വ്യക്തതയില്ല. ഇനി കോടതിക്ക് നമുക്കറിയാം എന്തെങ്കിലും വ്യക്തതയുണ്ടോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം രാജു. ശ്രീ M. ജയന്തൻ, ഇവിടെ കൊള്ളയുണ്ടായത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. ആ പിൽഫറേജ് മറക്കാൻ പിന്നെയും നീക്കമുണ്ടെന്ന് കോടതിക്ക് വ്യക്തമായ സംശയമുണ്ടായതും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. കേവലം ഒരു മാറ്റി നിർത്തൽ പോലുമില്ലാതെ പാർട്ടി അതിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിന് രാഷ്ട്രീയ സുരക്ഷ ഒരുക്കിയിട്ട് ഈ സോണിയാഗാന്ധി പ്രതിപക്ഷ നേതാവിന് ഉൾക്കിടിലം എന്നൊക്കെ പറയുന്നത് ജനത്തിൻ്റെ കണ്ണിൽ പൂഴിവാരിയിടുന്ന പോലെയല്ലേ വിജയേന്ദ്രൻ? അല്ല, അങ്ങനെയാണ് എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് താങ്കളുടെ ചോദ്യം എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിക്കുകയാണ്, അത് കണ്ണിൽ പൂഴിവാരിയിടുന്നത് പോലെയാണോ എന്ന് ചോദിക്കുകയാണ്. അത് കൺവിൻസിംഗ് ആയ ഒരു മറുപടിയാണോ? ഓക്കെ അല്ല, ഇതിപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് പിന്നെ ഈ കേസിൽ അറിയപ്പെടാത്ത എത്രയോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് പുറത്തു വരുന്ന അല്ലെങ്കിൽ ആദ്യമായി നിരീക്ഷിക്കപ്പെടുന്ന ഒരു പുതിയ സംഭവ വികാസമൊന്നുമല്ല. തുടക്കം മുതൽ ഒക്ടോബർ 10 ആദ്യത്തെ SIT അന്വേഷണ ഉത്തരവിടുന്നത് മുതലുള്ള കാര്യത്തിൽ കോടതി പറയുന്നുണ്ട് ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് അല്ല, ഇതിൽ ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, അതുകൊണ്ടാണ് SIT ഇത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. സുമോട്ടോയാണല്ലോ കേസ്, സ്വമേധയാ കേസ് എടുത്തതാണല്ലോ ഹൈക്കോടതി. അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളൊക്കെ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ്, അതിവിടെ പറയേണ്ട കാര്യവുമില്ല. അതുണ്ട്, അതിനനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നെ ഒക്ടോബറിൽ തന്നെ നിയമസഭാ സമ്മേളനം ചേരുന്നു. ആ നിയമസഭാ സമ്മേളനത്തിൽ പിന്നെ തങ്ങൾ സഹകരിക്കില്ല, SIT അന്വേഷണം അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് വേണ്ടത് CBI അന്വേഷണമാണ് എന്ന് പറഞ്ഞ് സഭ ബഹിഷ്കരിക്കുന്ന പ്രതിപക്ഷത്തിനെയാണ് നമ്മൾ കാണുന്നത്. ഒക്ടോബറിൽ സഭ ബഹിഷ്കരിച്ചു, മുഴുവൻ എല്ലാ ദിവസങ്ങളും ബഹിഷ്കരിച്ചു. തൊട്ടടുത്ത മാസം നവംബറിൽ രാജീവ് ചന്ദ്രശേഖർ പിന്നെ VD സതീശൻ്റെ അതേ ആവശ്യം ഉന്നയിച്ച് കോടതിയിൽ ഹർജി കൊടുക്കുന്നു, CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. പിന്നാലെ വിശ്വഹിന്ദു പരിഷത്ത് ഇതേ ആവശ്യം ഉന്നയിച്ച് പിന്നെ ഹർജി കൊടുക്കുന്നു. അതിനും പിന്നാലെ തന്ത്രസമാജവും ഹർജി കൊടുക്കുന്നു. ഇതാണല്ലോ നമ്മൾ കണ്ട യാഥാർത്ഥ്യം. അതിന്മേലായിരുന്നല്ലോ ഇന്നലെ പിന്നെ അടിസ്ഥാന തീരുമാനം. അതിനു മുൻപ് കഴിഞ്ഞ ഡിസംബറിൽ ഈ കേസ് ഒരു ദിവസം പരിഗണിച്ചപ്പോൾ അന്ന് ആർക്ക് വേണ്ടിയാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം സുജയേന്ദ്രൻ. ഹലോ, കേൾക്കാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം. എന്തോ ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ശ്രീത് പണിക്കർ, ഇതിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? സാമാന്യ ജനത്തിന്റെ അറിവിൽ തൊണ്ടി മുതൽ ഇല്ല. നേരത്തെ രാജു പിന്നാർ പറയുന്ന പോലെ ക്രൈമിന്റെ രീതി എന്താണെന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ പ്രതികൾ ഇറങ്ങിയ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു. ഒറ്റയാഴ്ച മുമ്പ് ഇതേ SIT കോടതിയിൽ പറഞ്ഞതാണ് ഈ പ്രതികൾ. അവരോരോന്നും ഇറങ്ങിപ്പോകുന്നു. 1-ാം പ്രതി ഇറങ്ങിപ്പോകുന്നു. അപ്പോഴും ദേവസ്വം ബെഞ്ചിന് പ്രശ്നമില്ല. ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് കേസ് അന്വേഷണം ശരിയായ വഴിക്ക് പോകുന്നു എന്നാണോ അതോ അന്വേഷണം നാനാവിധമാകുന്നു എന്നാണോ ശ്രീ ശ്രീത് പണിക്കർ? ഹാഷ്മി പറഞ്ഞതിൽ രണ്ടാമത്തെ ഓപ്ഷനാണ്. അന്വേഷണം നാനാവിധമാകുന്നു എന്ന് തന്നെയാണ് ഒരു വിശ്വാസി ഈ സമയത്ത് ചിന്തിക്കുന്നത്. വിശ്വാസി മാത്രമല്ല, കേരളീയ പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഹാഷ്മി ആ പറഞ്ഞ പോയിന്റിൽ തന്നെ അതുണ്ട്. അതായത്
സ്വാഭാവിക ജാമ്യം സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ കക്ഷികളൊക്കെ തന്നെ, ഈ പ്രതികളൊക്കെ തന്നെ ഈ ജാമ്യത്തിന് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ജാമ്യം കൊടുക്കാനായിട്ട് കഴിയില്ല. കാരണം അവരൊക്കെ ശക്തരായിട്ടുള്ള ആൾക്കാരാണ്. അവർ പുറത്തു വന്നു കഴിഞ്ഞാൽ പലതരത്തിൽ സ്വാധീനമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ പുറത്തു വരുന്നത് ഈ അന്വേഷണത്തിനെ തടസ്സപ്പെടുത്തും എന്ന് വാദമുള്ള SIT സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത് അവർ പുറത്ത് അങ്ങനെ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭാഗികമായിട്ടുള്ള ഒരു കുറ്റപത്രമെങ്കിലും തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ 85ാമത്തെ ദിവസം ഒരാളിൻ്റെ ജാമ്യം എതിർത്തിട്ട് അയാൾ പുറത്തു വന്നാൽ എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് 90ാമത്തെ ദിവസം അയാൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്ന രീതിയിലത്തേക്ക് SIT പ്രവർത്തിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സീരിയസ്നെസ്, ആ ഒരു റിഗർ, അതൊന്നും തന്നെ അവരുടെ അന്വേഷണത്തിൽ ഇല്ല എന്ന് മാത്രമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഹൈക്കോടതി തന്നെ 2 തരത്തിലാണ് ഈ അന്വേഷണത്തിൽ അവരുടെ കോൺഫിഡൻസ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഡിവിഷൻ ബെഞ്ച് പറയുന്നത് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി എന്നാണ്. എന്നാൽ പലപ്പോഴും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ച് പറയുന്നത് ഇതിന് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഹൈക്കോടതിയുടെ ഒരേ സമയത്ത് ഒരേ കേസ് കേൾക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചുമതലകളാണുള്ളത് എങ്കിലും അവർക്ക് ഈ അന്വേഷണത്തിൽ വ്യത്യസ്തമായിട്ടുള്ള കോൺഫിഡൻസ് ആണ് അവർ പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് വലിയ ആശ്ചര്യം ഉണ്ടാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ അതുകൊണ്ട് നമ്മളിപ്പോൾ സർക്കാരിനും വലിയ താല്പര്യമുള്ളത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡറുകളിൽ മാത്രമാണ്. നമ്മൾ ആ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡറുകളെ മാത്രം നോക്കുകയാണ്, ജസ്റ്റിസ് ബദറുദ്ദീനെ പരിഗണിക്കുന്നില്ല എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അന്വേഷണം കൃത്യമായിട്ട് പോയിട്ടുണ്ടോ? സുഭാഷ് കപൂർ മോഡൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളോ പ്രതിപക്ഷമോ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കല്ല. അദ്ദേഹത്തിനെ നമുക്ക് കൂടുതൽ പരിചിതമാകുന്നത് പോലും ഹൈക്കോടതി അത് പറഞ്ഞതിന് ശേഷമാണ്. അത് ഒന്നാമത്തെ കാര്യം. 2, സീസൺ സമയത്തിന് മുമ്പ് മെയിൻ്റനൻസ് തീർക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ആവശ്യമില്ലെങ്കിലും പ്രശാന്ത് അധ്യക്ഷനായിട്ടുള്ള ഭരണസമിതി ഒരു തിടുക്കം കാണിച്ചു അനാവശ്യമായിട്ട് എന്ന് പറഞ്ഞിരുന്ന ഒബ്സർവേഷൻ വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെയോ മാധ്യമങ്ങളുടെയോ ഭാഗത്തു നിന്നല്ല, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്നാണ്. പോറ്റിയുടെ കയ്യിൽ നേരത്തെ തട്ടിയെടുത്തിരുന്ന സ്വർണ്ണമുണ്ടെന്ന് ഉറപ്പായിട്ടും പ്രശാന്തിൻ്റെ ഭരണസമിതി അദ്ദേഹത്തിനെ വീണ്ടും ഈ മെയിൻ്റനൻസ് വർക്ക് ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിരുന്നത് ഡിവിഷൻ ബെഞ്ചാണ്. നമ്മുടെ ദേവസ്വത്തിൻ്റെ മാനുവലുണ്ട്, ഹൈക്കോടതിയുടെ 2023 ഉത്തരവുണ്ട്. ഇത് രണ്ടും പ്രോഹിബിറ്റ് ചെയ്തിട്ടും അതിനെ രണ്ടും ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതിയെ അറിയിക്കാതെ, സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഈ ഉരുപ്പടികളെല്ലാം തന്നെ സന്നിധാനത്തിനെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത് ദേവസ്വത്തിൻ്റെ ഒരു ഭരണസമിതിയാണ്, തൊട്ട് മുമ്പുണ്ടായിരുന്ന ഭരണസമിതിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും വളരെ കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് നടത്തിയിട്ടുണ്ട്. 2018 മുതലുള്ള കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെയിം പാറ്റേൺ 2025 വരെ തുടർന്നത് എന്ന് വളരെ കൃത്യമായിട്ട് ദേവസ്വത്തിൻ്റെ ഇതേ ഡിവിഷൻ ബെഞ്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും കൃത്യമായ അന്വേഷണം നടക്കാതിരിക്കുന്ന സമയത്ത് SITയുടെ അന്വേഷണം എങ്ങനെയാണ് ശരിയായ നിലയ്ക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ച് മറ്റെന്തോ ഒരു നമുക്കറിയാത്ത രഹസ്യമായിട്ടുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി പറയുന്നത് എങ്കിൽ ശരി, പക്ഷേ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പരിമിതമാണ്. പ്രത്യേകിച്ചും നമ്മൾ ഈ ജാമ്യാപേക്ഷയിൽ കാണുന്ന കാര്യങ്ങൾ, ജാമ്യം അനുവദിക്കുന്ന സമയത്ത് സിംഗിൾ ബെഞ്ച് പറയുന്ന, അല്ലെങ്കിൽ അത് പരിഗണിക്കുന്ന സമയത്ത് സിംഗിൾ ബെഞ്ച് പറയുന്ന ചില ഓർഡറുകൾ, ഒപ്പം ഹൈക്കോടതിയുടെ തന്നെ ഇടക്കാലത്ത് വന്നിരിക്കുന്ന ഈ ഡിവിഷൻ ബെഞ്ചിൻ്റെ പല ഓർഡറുകൾ, ഇതൊക്കെ ആധാരമാക്കിക്കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഗുരുതരമായിട്ടുള്ള ഒരൊറ്റ പ്രശ്നത്തിനെയും SIT നാളിതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. തന്നെയുമല്ല, SITയുടെ അന്വേഷണം വളരെ ദുർബലമാണ്. അത് സർക്കാരിന് താല്പര്യമുള്ള അല്ലെങ്കിൽ പോലീസിന് താല്പര്യമുള്ള ആൾക്കാരുടെ കാര്യത്തിൽ മറ്റൊരു രീതിയിലാണ് SIT പ്രവർത്തിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് വലിയ ആശങ്ക ഉണ്ടായിരുന്ന അതേ കാര്യം ഇവിടെ ഡിവിഷൻ ബെഞ്ച് പ്രതിഫലിപ്പിച്ചില്ല. അത് ചെയ്തത് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ സിംഗിൾ ബെഞ്ചാണ്. DIG ആണ് മകൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ജഡ്ജ് ഒരു ജാമ്യം പരിഗണിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ സ്കോപ്പ് വളരെ ലിമിറ്റഡ് ആണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കേസിൻ്റെ മെറിറ്റിലേക്ക് പോലും വളരെ കാര്യമായിട്ട് പോവുകയില്ല. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് ജസ്റ്റിസ് ബദറുദ്ദീന് പറയേണ്ടി വന്നത്? എന്ത് കാരണത്താലാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ശങ്കർദാസ് ചികിത്സയിലിരുന്നത്? അദ്ദേഹത്തിന് എന്തായിരുന്നു ഇത്ര ഗുരുതരമായിട്ടുള്ള പ്രശ്നം? അതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജിൽ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി ഒരു മെഡിക്കൽ റിപ്പോർട്ട് തനിക്ക് സമർപ്പിക്കണമെന്ന് ജാമ്യ ഹർജി പരിഗണിച്ചിരിക്കുന്ന, ജാമ്യം നിഷേധിച്ച ഒരു ജഡ്ജ് പറയണമെന്നുണ്ടെങ്കിൽ അന്വേഷണത്തിലുള്ള കോൺഫിഡൻസ് ആണോ അത് കാണിക്കുന്നത്, അല്ലയോ? അപ്പോൾ ഞാൻ പറയുന്നത്, ഇവിടുത്തെ പൊതുജനങ്ങളുടെ, വിശ്വാസികളുടെ, പൊതുസമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള താല്പര്യം ഈ വിഷയത്തിൽ അവരുടെ കാഴ്ചപ്പാട് പ്രതിഫലിപ്പിക്കുന്നത് സിംഗിൾ ബെഞ്ചാണ്. പക്ഷേ എന്തോ മറ്റ് കാരണങ്ങളല്ല, അതൊരു പക്ഷേ മറ്റെന്തെങ്കിലും രഹസ്യമായിട്ടുള്ള വിവരം, നമുക്കറിയാത്ത എന്തെങ്കിലും ഒരു വിവരം ഒരു പക്ഷേ ഡിവിഷൻ ബെഞ്ചിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അത് നമ്മുടെ മുന്നിൽ ഇല്ലാത്തിടത്തോളം കാലം നമ്മുടെ മുന്നിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ SITയുടെ മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ വഴിതെറ്റിയ അന്വേഷണം എന്ന രീതിയിലത്തേക്കുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നതുകൊണ്ട് നമുക്ക് തൽക്കാലം SITയെ വിശ്വസിക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ഉന്നത മേഖലകളിലുള്ള സ്വാധീനം എങ്ങനെ വരുന്നു? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം. ഡിസംബർ 4 ശേഷം
ഈ കേസുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടായിട്ടില്ല, അന്വേഷണത്തിൽ റിഗർ ഇല്ല, അറസ്റ്റ് ഉണ്ടാകുന്നില്ല എന്നൊക്കെ ഈ സിംഗിൾ ബെഞ്ച് പറഞ്ഞതിന് ശേഷമാണ് തുടരെ തുടരെ പല അറസ്റ്റുകൾ നടന്നത്. ഈ അറസ്റ്റുകളൊക്കെ നേരത്തെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ പത്മകുമാറാണ് ഒപ്പിട്ടത്, അദ്ദേഹമാണ് വെട്ടിത്തിരുത്തിയത് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള കൂട്ടുത്തരവാദിത്തം മറ്റുള്ള ആൾക്കാർക്കുണ്ടല്ലോ. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ അപ്പോയിന്റുകളായിട്ട് വരുന്ന ആൾക്കാർക്ക് രാഷ്ട്രീയ നേതൃത്വമായിട്ടും ഭരണ നേതൃത്വമായിട്ടും പറയാം. ഇപ്പോൾ തന്ത്രിയുടെ കേസിൽ കോടതി കണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ SIT പറയുന്ന ഒരു കാര്യം എന്താണ്? തന്ത്രി മൗനാനുവാദം കൊടുത്തു, റിപ്പോർട്ട് ചെയ്യാമായിരുന്നിട്ടും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പിത്തളപ്പാളികൾ എന്ന് എഴുതിയിരിക്കുന്നതിനെ വെട്ടി ചെമ്പുപാളികളാണ്, സ്വർണ്ണമല്ല എന്ന് പത്മകുമാർ എഴുതിയിരിക്കുമ്പോൾ ആ സമയത്ത് പത്മകുമാറിനോടൊപ്പം ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങൾക്ക് ഇത് സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അത് ചെയ്യാത്ത സമയത്ത് തന്നെ പത്മകുമാർ ചെയ്ത കുറ്റത്തിന്റെ അതേ കൂട്ടുത്തരവാദിത്തം ഇവർക്ക് ഉണ്ടായിരുന്നിട്ടും അവരുടെ അറസ്റ്റ് വൈകിപ്പിച്ചു. അതിൽ തന്നെ വിജയകുമാറിനും ശങ്കർദാസിനും ഒരേ തരത്തിലുള്ള ഉത്തരവാദിത്തമായിട്ടും വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. മറ്റു പല ആൾക്കാരുടെയും കാര്യത്തിൽ കോടതി എന്താണ് ആരോഗ്യ വിഷയങ്ങൾ വന്നപ്പോൾ പറഞ്ഞത്? നിങ്ങൾ അറസ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് കസ്റ്റഡിയിലാണെങ്കിലും നിങ്ങളുടെ ചികിത്സ തുടരാം. എന്നാൽ അതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞതിന് ശേഷവും ഇവിടെയുള്ള പോലീസുകാരെല്ലാം എല്ലാ ദിവസവും ആശുപത്രിയിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് പോലുമില്ല. എന്ന് വെച്ചാൽ വളരെ ഓപ്പൺ ബയാസ് അല്ലേ? വളരെ കൃത്യമായിട്ട് നമ്മളൊക്കെ അന്നു മുതൽ തന്നെ പറയുന്ന അതേ അഭിപ്രായം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ചിന്തയെ, നമ്മുടെ എല്ലാവരുടെയും ആശങ്കകളെ ഈ ബെഞ്ചാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ ഈ പല ആൾക്കാർക്കും സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്ന രീതിയിലത്തേക്ക് ഒരു തരത്തിലുള്ള ആക്ഷനും ഇല്ലാത്ത രീതിയിൽ ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇറങ്ങിപ്പോകുന്നു. ഒന്നാം പ്രതി ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോവുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബെയിൽ ആപ്ലിക്കേഷൻ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ ഈ തന്ത്രി എന്തോ ജാമ്യാപേക്ഷ സമർപ്പിക്കാൻ പോവാണ്. ഇപ്പൊ തന്ത്രിക്കെതിരെ എന്ത് ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചാലും ഒന്നാം പ്രതി ജാമ്യം കിട്ടിപ്പോയി, പിന്നെ ബാക്കി പ്രതികൾക്ക് എന്ത് പ്രസക്തി? ഞാൻ എത്താം ശ്രീ പണിക്കർ. ഞാൻ ശ്രീ CBS ചിദംബരത്തിലേക്ക് എത്തുന്ന മുമ്പ് CM ജയന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവിടെ കറണ്ട് പോയായിരുന്നു. ജയന്ദ്രൻ, ഇവിടെ നേരത്തെ ശ്രീ പണിക്കർ പറഞ്ഞ ആ ഉത്തരവിൽ, ജസ്റ്റിസ് ബദറുദ്ദീന്റെ ജഡ്ജ്മെന്റിൽ SITയോട് എന്താണ് ആ ഉത്തരവിൽ തന്നെ പറയുന്നുണ്ട്, എന്താണ് ഇൻവെസ്റ്റിഗേഷനിൽ ഇതുവരെയുള്ള തെളിവ് വെച്ച് കുറ്റപത്രം നിങ്ങൾ കൊടുക്കണം, ഇല്ലെങ്കിൽ ട്രയൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും അടക്കം ജാമ്യം നിഷേധിച്ചവരാണിവർ, അവർക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാതിരിക്കാൻ യു പ്ലീസ് ഡു സംതിങ് എന്ന് കോടതി SITയോട് പറഞ്ഞതാണ്. എന്നിട്ട് ഒന്നും ചെയ്യാതെ അവർക്ക് ഒന്നാം പ്രതിക്കടക്കം ജാമ്യം കിട്ടി പോകുന്നെങ്കിൽ CPMനും സർക്കാരിനും അതിൽ യാതൊരു പരാതിയില്ലാതെ എന്തുകൊണ്ടാണ് CM ജയചന്ദ്രൻ? കോടതിയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് പ്രാഥമികമായിട്ടും പിന്നെ അന്തിമമായിട്ടും രണ്ട് തരത്തിലും, പ്രാഥമികമായിട്ടും അന്തിമമായിട്ടും കോടതിയിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് പരാതിയില്ലാതെ വരുന്നത്. പിന്നെ ഞാൻ വന്ന കാര്യം മുമ്പേ പറഞ്ഞത്, ഈ ഒക്ടോബറിലെ നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ, UDF. അതിന് പിന്നാലെ ഡിസംബറിൽ രാജീവ് ചന്ദ്രശേഖർ ഹർജി കൊടുക്കുന്നു, പിന്നാലെ വിശ്വഹിന്ദു പരിഷത്ത്, പിന്നാലെ തന്ത്രസമാജം. അത് പരിഗണിക്കുന്ന വേളയിൽ അന്ന് പിന്നെ ഇദ്ദേഹം ഇവരുടെ ഒരു അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് അവിടെ ഹാജരായത് കോടതിയിൽ. അപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജിനോട്, താങ്കൾക്ക് ഈ കോടതിയിൽ വിശ്വാസമുണ്ടോ, ദേവസ്വം ഡിവിഷൻ ബെഞ്ചിൽ? അപ്പോൾ അദ്ദേഹത്തിന് മറുപടി, വിശ്വാസമുണ്ട്, ഞാൻ എൻ്റെ ഹർജി പ്രസ് ചെയ്യുന്നില്ല എന്നാണ് അവിടെ മറുപടി പറയുന്നത്. അതിനുശേഷമാണ് ഇന്നലെ ആ മൂന്ന് ഹർജികളും ഒരുമിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. വെറുതെ ഇങ്ങനെ വേസ്റ്റ് ഓഫ് ടൈം ആവരുത് ഇത്തരം കാര്യങ്ങളുള്ള ഇടപെടലുകൾ. ഇത് വളരെ ശരിയായ നിലവാരത്തിൽ ഞങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് പോകുന്നത്. എന്നിട്ടും ഈ ദേവസ്വം ബെഞ്ച് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ നിലപാട്, സർക്കാരിൻ്റെ ഗവൺമെൻറ് നിലപാട് എന്താണ്? അപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ അർഹതയില്ല. കാരണം ഇതിൻ്റെ യാതൊരു വിധ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളും SIT ഗവൺമെൻറ്റിന് കൈമാറുന്നില്ല. ഗവൺമെൻറ്റിന് മറ്റാർക്കും കൈമാറരുത്, തങ്ങൾക്ക് മാത്രമേ കൈമാറാവൂ എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളതിനാൽ സർക്കാരിന് അതേപ്പറ്റി യാതൊരു വിവരങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ നിർവാഹമില്ല. അത് ഹൈക്കോടതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്, DGP തന്നെ പറയുന്നുണ്ട്. അതടക്കം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഇന്നലെ കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് അതിൻ്റെ ഒരു പല ബാക്ക്ഡ്രോപ്പുകൾ, പല ഘട്ടങ്ങളിലായി വന്നിട്ടുള്ള 4-5 ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ 5-6 ഘട്ടങ്ങളിലായി വന്നിട്ടുള്ള ഇടക്കാല ഉത്തരവുകളുണ്ടല്ലോ ഹാഷ്മി. ഈ ഇടക്കാല ഉത്തരവുകളിലൊക്കെ തുടർച്ചയായി ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഡിസംബർ 10 വരെയാണ് കേട്ടോ. ഡിസംബർ 10 ഉത്തരവിലാണ് പറയുന്നത്
2019 മുതൽ 25 വരെ എന്നുള്ള ആ ഉത്തരവൊന്ന് ഭേദഗതി ചെയ്തിട്ട് 2014 മുതൽ അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട് ആ ഉത്തരവിൽ. കാര്യങ്ങൾ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് നിർദ്ദേശിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ പക്കലില്ല, എന്താണ് അന്വേഷിച്ച് കിട്ടിയെന്നുള്ളത്. അതിനുശേഷം പിന്നീട് ജനുവരി 5-നാണ്. ജനുവരി 5-ന് വരുമ്പോൾ കോടതി വീണ്ടും കുറച്ചുകൂടെ പുറകോട്ട് പോയി അന്വേഷിക്കാൻ പറയുകയാണ്. 20 വർഷം പിന്നോട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് കോടതി ആവശ്യപ്പെടുകയാണ് ഈ SITയോട്. അപ്പോൾ കോടതിയുടെ എത്രമേൽ സൂക്ഷ്മമായ ഈ ഇടപെടൽ അക്കാര്യത്തിൽ ഉണ്ടെന്നുള്ള തെളിവാണല്ലോ ഈ കാണുന്നതെല്ലാം. പക്ഷെ അത്രമേൽ സൂക്ഷ്മ ഇടപെടലും സമൂഹത്തിന് ഗോചരമാകുന്ന എന്താണ് സ്വാഭാവിക ജാമ്യം കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുറ്റപത്രം പോട്ടെ, ഒരു താൽക്കാലിക കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ അവരുടെ ജാമ്യം നിരാകരിക്കാമായിരുന്നു എന്ന് ഹൈക്കോടതി അടക്കം എടുത്തു പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് എടുത്തു പറഞ്ഞിട്ടും അങ്ങനെ കുറ്റപത്രം ഇല്ലാതെ പോറ്റി സുഖമായിട്ട് ഊരിപ്പോകുന്ന കാഴ്ചയാണ് ഈ പറയുന്ന അതീവ കോടതിയുടെ മേൽനോട്ടത്തിലും കേരളം കാണുന്നത്. ശ്രീ ജയേന്ദ്രൻ അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കോളൂ. അല്ല, ആ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഘട്ടം അവസാനിപ്പിക്കാം. അതായത് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറയുകയാണ്, സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി അവർ പുറത്തു വരുന്നത് എന്താണ് നൽകുന്ന മെസ്സേജ്? അങ്ങനെ ജാമ്യമുണ്ടോ ഹാഷ്മി? അറിയാവുന്ന ആരെങ്കിലും ഈ പാനലിലുണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും. കാര്യം സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം എന്ന് പറഞ്ഞൊരു ജാമ്യം ഉള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. നോർമൽ ബെയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ ഈ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് ഒരു പ്രാവശ്യമല്ല, ആവർത്തിച്ചാണ് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ അവർക്ക് ലഭിക്കാൻ ഇടവരുത്തി. അത് നമ്മൾ സ്വാഭാവിക ജാമ്യം എന്ന് പറയുന്നതാണ്. അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പറഞ്ഞാണ് 90 ദിവസം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ഈ പ്രതികൾ, അതായത് ഈ ട്രയൽ നിയമപരമായ അല്ല ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് പറഞ്ഞാണ്, നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്നവരാണല്ലോ അവർ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറ്റപത്രം സമർപ്പിക്കുന്നില്ലെങ്കിൽ ഈ കോടതി ട്രയൽ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതി അടക്കം നിഷേധിച്ച ജാമ്യം അങ്ങനെ സമർപ്പിച്ചില്ലെങ്കിൽ ഇറങ്ങിപ്പോവും എന്ന് കോടതി തന്നെ പറഞ്ഞു. അപ്പോൾ അതൊരു സംശയം വേണ്ട, അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ എത്താം. ശ്രീ VS ഇതിന്റെ VD കളത്തിലുണ്ട്. അന്വേഷിക്കുന്ന സ്വർണ്ണക്കൊള്ളയൊന്നുമല്ല, സാമ്പത്തിക ഇടപാടാണ്. എങ്കിലും ഈ പറഞ്ഞ രാഷ്ട്രീയ ടൂൾ എന്ന് നിരന്തര ആരോപണം കേൾക്കുന്ന പരമദയനീയമാവണ്ണം കൺവിക്ഷൻ റേറ്റിന് ദുഷ്പേര് കേട്ട ഏജൻസി SITയുടെ അന്വേഷണ പിഴവിൽ അന്വേഷിച്ച് പരിഹാരം കണ്ടെത്തും എന്ന ഒരു വിശ്വാസിക്ക് മോഹിച്ചാൽ അത് അതിമോഹമായി പോവില്ലേ? ഞാൻ അങ്ങനെ ചില വാക്കുകൾ ഞാൻ പിടിക്കുന്നില്ല, കാരണം നമ്മുടെ ചർച്ച വഴിതെറ്റി പോകും. പോട്ടെ, ഇതിനകത്ത് അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിലെ എന്നുള്ളതല്ല, ഈ ലോകം മുഴുവനുള്ള അയ്യപ്പ വിശ്വാസികൾ ഇന്ന് കടുത്ത നിരാശയിലും അമർഷത്തിലും വേദനയിലുമാണ്. കാരണം ഓരോ കൊള്ളക്കാരും ജാമ്യം നേടി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അകത്ത് കിടക്കുന്ന മറ്റു കൊള്ളക്കാർ വരും ദിവസങ്ങളിൽ ജാമ്യം തേടി പുറത്തു വരും. അപ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു, ഈ അന്വേഷണം വഴിമുടക്കി നിൽക്കുകയാണ്. ഈ അന്വേഷണത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. SITയെ വിശ്വാസമില്ല എന്ന് ഈ അന്വേഷണ നാൾവഴികളുടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ BJP വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഈ അന്വേഷണം CBIക്ക് കൈമാറണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തയ്യാറായത്. കാരണം SITക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഹാഷ്മി. കാരണം SIT വല വീശിയേക്കുന്നതിനേക്കാൾ വലിയ കൊമ്പന്മാരാണ് ഇനി ഇതിനകത്ത് അറസ്റ്റ് ആവാനുള്ളവർ. തന്ത്രിയെ അറസ്റ്റ് ചെയ്തവർ മന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഇതിനകത്ത് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വേണ്ട തരത്തിൽ അന്വേഷണം നടത്താനുള്ള കപ്പാസിറ്റി SITക്ക് ഇല്ല. അപ്പോൾ SITക്ക് ഇനി ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ ഇവരാകെ പറഞ്ഞു വെക്കാൻ എന്താണ് CPM നേതൃത്വം ശ്രമിക്കുന്നത്? ഹൈക്കോടതി ഞങ്ങൾക്ക് ക്ലീൻ ചീറ്റ് നൽകി ഇന്നലെ എന്ന് പറയുന്നത്. അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് ആ ബെഞ്ചിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ കോടതി റൂമിലുണ്ടായിരുന്ന ആ പ്രൊസീഡിങ്സ് കേട്ട വക്കീലന്മാരുടെ വാക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. SITയെ മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ്. അപ്പോൾ ഹൈക്കോടതി മേൽനോട്ടം വഹിക്കുന്ന ഒരു അന്വേഷണം തെറ്റായ വഴിക്കാണ് പോകുന്നതെന്ന് പറയാൻ ആ ഹൈക്കോടതിയുടെ ബെഞ്ച് തയ്യാറായില്ല. അവർ പറഞ്ഞു നിങ്ങൾ കുറച്ച് സമയം കൂടെ കാത്തിരിക്കണം. എന്താണ് ഇവിടുത്തെ CPM സഹയാത്രികരും അല്ലെങ്കിൽ CPM നേതൃത്വവും അല്ലെങ്കിൽ CPMനെ സഹായിക്കുന്ന മാധ്യമപ്രവർത്തകരും ഉണ്ടാക്കാൻ ശ്രമിച്ച നറേറ്റീവ് ക്ലീൻ ചീറ്റ് SITക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞു വെക്കാനല്ലേ ഇന്നലെ ശ്രമിച്ചത്. നോക്കൂ, ഭക്തജനങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് ഓരോ കള്ളന്മാരും ഇതാ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യേണ്ടുന്ന പ്രതിപക്ഷം എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിയമസഭയിൽ കോമഡി ഷോ നടത്തുകയല്ലേ. ഇന്ന് കുറേ പ്രതിപക്ഷ അംഗങ്ങൾ പുറത്തു വന്നിട്ട് പാട്ടുപാടി കളിക്കുന്നു. പാട്ടുപാടിയൊക്കെ ജയിച്ചു. പക്ഷേ ഇപ്പം നിങ്ങൾ പാടുന്നത് അയ്യപ്പ വിശ്വാസികളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഇവിടെ നിങ്ങൾ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാനാണ് തയ്യാറാകേണ്ടുന്നത്. നിങ്ങൾ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ തയ്യാറല്ല. ആ ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടാൽ
ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങളിൽ നിങ്ങളുടെ ഉന്നത നേതൃത്വത്തിന്റെയും പേരുകൾ കടന്നു വരുമെന്നുള്ള ഭയം നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഹാഷ്മി ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നോക്കൂ, 5 മണിക്കൂർ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായ ED നേരെ പോയിരിക്കുന്നത് പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ഫൈനാൻസ് കമ്പനിയിലേക്കാണ്. ഈ സ്വകാര്യ ഫൈനാൻസ് കമ്പനിയുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്ന നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ളത് വലിയ നാളുകളില്ലാതെ അത് വ്യക്തമാകും. അതുകൊണ്ട് ഏതന്വേഷണം SITയുടെ അന്വേഷണം നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ആ അന്വേഷണത്തെക്കാൾ വലിയ അന്വേഷണം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിന് നമ്മൾ കൂടുതൽ രേഖകൾ ഒന്നും പരിശോധിക്കേണ്ട ഹാഷ്മി. ഡിസംബർ മാസം 19-ാം തീയതി ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് അദ്ദേഹം പുറപ്പെടുവിച്ച 81 പേജിന്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റ് ആദ്യ അവസാനം വായിക്കുന്ന ഏതൊരു നിയമ വിദ്യാർത്ഥിക്കും ഈ അന്വേഷണം ശരിയായ വഴിയിലല്ല പോകുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും. അതുകൊണ്ട് SITയിൽ വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. CBIക്ക് മാത്രമേ വേണ്ടുന്ന വാതിലുകൾ ഡൽഹിയിലുമൊക്കെയുള്ള വാതിലുകൾ മുട്ടാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്ന് വിശ്വാസം അർപ്പിച്ച് കാത്തു നിൽക്കുന്നത് CBIയുടെ അന്വേഷണത്തെയാണ് എന്ന് ജനം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ 2 മുന്നണികളെയും അമ്മമാർ വൈകുന്നേരത്ത് വിളക്ക് വെച്ച് എന്റെ ഭഗവാനെ എന്ന് വിളിക്കുന്ന അമ്മമാർ തൊഴുതു പിടിച്ച് ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് രാജു പി നായർ അല്പസമയത്തിനും മറുപടിക്ക് എത്തുകയും ചെയ്യാം. ഞാൻ ശ്രീ മഹേഷ് പണിക്കർ അല്പസമയത്ത് തുടങ്ങും. ഞാൻ പോട്ടെ. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ ശരിയാണ്, നേരത്തെ ശ്രീ ജിതേന്ദ്ര പറഞ്ഞതുപോലെ തിരുവല്ലയിലെ മറ്റേ ആ ഫിനാൻസ് സ്ഥാപനത്തിൽ എന്തോ 2.5 കോടി തന്ത്രി ഇട്ടു, അത് പൊട്ടിപ്പോയതിൽ 2.5 കോടിക്ക് ഒരു പരാതിയുമില്ല, തന്ത്രിക്ക് ഒരു പരാതിയുമില്ല എന്നൊക്കെ അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ട്. ശരി, തന്ത്രിക്ക് ഏതെങ്കിലും അന്യാധീനപ്പെട്ട അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞ സ്വത്തോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ED ആരെങ്കിലും കണ്ടുപിടിക്കട്ടെ. അപ്പോഴും ഈ ക്ഷേത്രക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിൽ തന്ത്രിക്ക് പങ്കുള്ള ഏതെങ്കിലും തെളിവ് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇല്ല. ആകെയുള്ളത് അനുജ്ഞയും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഫ്ലിംസിയായ കാരണങ്ങൾ മാത്രമാണ്. അതടക്കം ഇപ്പോഴും പലതും ദുരൂഹമായി നിൽക്കുകയല്ലേ ശ്രീ മഹേഷ് പണിക്കർ? അല്ലേ, അടുത്തറിയാവുന്നവരെ സംബന്ധിച്ച് അങ്ങനെയല്ല പറയാൻ പറ്റുക. കാര്യം അദ്ദേഹത്തിൻ്റെ അനുജ്ഞ അല്ലെ അനുവാദം അദ്ദേഹം കണ്ണുകൊണ്ട് കാണാതെ ഇതൊന്നും ഇളക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ സ്പഷ്ടമാണ്. കാര്യം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അകത്ത് കിടക്കുന്നത്. കാര്യം ഇതൊരു നിസ്സാരം അനുജ്ഞയുടെയോ അനുവാദത്തിൻ്റെയോ അല്ലെ പേപ്പറിൽ ഒപ്പിട്ടതിൻ്റെയോ ഒപ്പിടാത്തതിൻ്റെയോ അങ്ങനത്തെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ തോന്നത്തുള്ളൂ. അങ്ങനെയല്ല. കാര്യം അവിടെ 5-6 പ്രാവശ്യം ഈ കട്ടളൻ്റെ കഥക് തന്നെ ഇളക്കിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഈ നമ്മൾ മാർച്ച് 15 ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് 4 പ്രാവശ്യം, ആദ്യം ഡോറായിട്ടും പിന്നെ മരമായിട്ടും പിന്നെ ചെമ്പ് ഫിറ്റ് ചെയ്തും പിന്നെ സ്വർണം ഫിറ്റ് ചെയ്തും ഒക്കെ അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, കാര്യം അയ്യപ്പൻ്റെ കഥ കാണാൻ ആലോചിക്കണമെന്ന് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ മേൽശാന്തിക്കോ മാത്രം അകത്ത് കയറാൻ പറ്റുന്ന താക്കോൽ അവരുടെ തന്നെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന, അവരുടെ സാന്നിധ്യമില്ലാതെ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. കട്ടളയും ദ്വാരപാലകപാലർ എല്ലാവരും. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിനകത്ത് ഇടപെട്ടിരിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിസ്സാരമായ ഒരു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്രയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവരെയും നമ്മൾ കാണുമ്പോൾ മനസ്സിലാകില്ല എത്രമാത്രം വലിയ ആൾക്കാരെയാണ് അയാൾ സ്വാധീനിച്ചിരിക്കുന്നത്, എന്തുമാത്രം രീതിയിലാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അപ്പം ശരിയാണ്, അല്ല ഈ പോറ്റി സ്വാധീനപ്പെടുത്തിയിട്ടുള്ള ഉറപ്പാണ്. പക്ഷേ ഇപ്പോഴും ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യമാണെങ്കിൽ തന്ത്രിക്ക് വളരെ എളുപ്പത്തിൽ ജാമ്യം കിട്ടി പുറത്തു പോകാൻ പറ്റിയ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് 1-ാം പ്രതി പോറ്റി പുറത്തിറങ്ങി, പിന്നെ എത്രാമത്തെ പ്രതി തന്ത്രിക്ക് എന്താണ് കാര്യം? ഇപ്പോഴും നമുക്ക് മുന്നിൽ തന്ത്രിയെ പൂട്ടി അകത്തിടാനുള്ള കൃത്യമായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഇല്ല, അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കരുത്. കാര്യം SIT ഇതുവരെ കാര്യം മകരവിളക്കിന് മുമ്പാണ്, ആ ഒരു സമയത്താണ് അവർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെയൊക്കെ ഈ പറഞ്ഞ ദേവസ്വം ബെഞ്ചിൻ്റെയൊക്കെ അനുമതിയോടെ ആയിരിക്കുമല്ലോ. അല്ലാതെ അത്രയും ഒരു സമയത്ത് കയറി ഒരു മഹാക്ഷേത്രത്തിലെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു തന്ത്രി പോലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിൽ ഉണ്ടാവാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം അല്ലാതെ ഇതാകത്തില്ല. പിന്നെ ഈ പണത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് അതും അത്ര നിസ്സാരമല്ലെന്നേ. ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് നമ്മളിപ്പോൾ അശരീരി പോലെ കേൾക്കുന്നു എന്ന് പറയുന്നെങ്കിലും അതിൻ്റെയൊക്കെ ED ഒക്കെ വന്ന് അന്വേഷിക്കണമെങ്കിൽ അതിനകത്തൊക്കെ വ്യക്തമായിട്ടുള്ള ഉത്തരം നമുക്ക് പുറത്തു വരും. കാര്യം സമാനതകളില്ലാത്ത ഒരു ക്രൈമാണ് ഈ നടന്നിരിക്കുന്നത്. ആ സമാനതകളില്ലാത്ത ക്രൈം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അന്വേഷണ രീതിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വഴിയിലൂടെയൊക്കെ അവർ സഞ്ചരിക്കുന്നുണ്ട്. കാര്യം ശാസ്ത്രീയമായ തെളിവുകൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ചെയിൻ ലിങ്ക്സിൻ്റെ കുറവുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് പറയുന്നത്. ആ ലിങ്കുകളോടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കണക്ട് ആകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോഴും SIT തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാര്യം ഇത് സ്വയമേധ ബഹുമാനപ്പെട്ട ദേവസ്വം ബെഞ്ച് എടുത്ത കേസാണ്, ആരും കൊടുത്ത കേസല്ല. ആരും മോഷണപ്പെട്ടു എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് കേസ് കൊടുക്കണേ ആദ്യം ആ കേസ് കൊടുക്കേണ്ടതോ അല്ലെ അങ്ങനെ ഒരു ആരോപണം
ഉന്നയിക്കേണ്ട ഈ ബഹുമാനപ്പെട്ട തന്ത്രിയാണ്. എൻ്റെ അയ്യപ്പൻ്റെ വാതിലിൻ്റെ സ്വർണം പോയിരിക്കുന്നതെന്ന് ആദ്യം ആരോപണം ഉന്നയിക്കേണ്ട ആ വ്യക്തി തന്നെയാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. അപ്പം അതിനകത്ത് കാരണങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ? ബഹുമാനപ്പെട്ട കോടതി സ്വയമേധ എടുത്തൊരു കേസ് അത് ഇത്രത്തോളം വളർന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട രാഷ്ട്രീയ നേതാക്കളെയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഒരുപാടുപെട്ട വലിയ വലിയ ആൾക്കാരൊക്കെ അല്ലേ അകത്ത് കിടക്കുന്നത്, പഴയ MLA അങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ചെയ്യാൻ പറ്റിയ അവരെ നമ്മളിപ്പം പിന്നെ ഇലക്ഷനാണ്, 2 ഇലക്ഷൻ ഇതിനകത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അടുത്ത നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് സ്വാധീനിച്ചിട്ടില്ലെന്നൊന്നും മലയാളിയായിട്ട് ഒരാൾക്കും മനസ്സിലായിരിക്കാൻ പറ്റത്തില്ല. കാര്യം അതിന് സ്വാധീനമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിനൊക്കെ മേളിൽ ഈ അന്വേഷണത്തിനകത്തൊരു സത്യസന്ധത ഉണ്ടെന്നും ഇത് പൂർണ്ണമായിട്ടും വിജയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ് എൻ്റെ ഭാഗം. ഓക്കെ, ഇപ്പോൾ തന്ത്രി അവിടെ നടക്കുന്ന കൊള്ള അത് പുറത്തു പറഞ്ഞാൽ അത് നിയമപ്രകാരമുള്ള ഉത്തരവാദിത്തമല്ല, വിസിൽ ബ്ലോയിങ് ആണ്, വിസിൽ ബ്ലോവറാണ്. വിസിൽ ബ്ലോവർ ആ സത്യം പുറത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞത് കാരണം നിയമപരമായി പിടിച്ചാത്താൻ പറ്റുമോ എന്നതൊക്കെ കോടതി പറയട്ടെ. താങ്ക് യു ശ്രീ മഹേഷ് പണിക്കർ. രാജു പി നായർ, ശ്രീ VS സുന്ദരൻ പറഞ്ഞ് താങ്കൾ കേട്ടോന്നറിയില്ല. അദ്ദേഹം പറയുകയായിരുന്നു സഭയിൽ ഒരു ചർച്ച അവിടെ നടക്കണമായിരുന്നു, ആ ചർച്ചയിൽ നിശ്ചിതമായി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണമായിരുന്നു. ആ ചർച്ച നടക്കാത്തതിന് കാരണം ചർച്ച വന്നാൽ നിങ്ങളുടെ പല ഉന്നതരുടെയും പേരുകൾ ആ സഭയിലേക്ക് ഉയർന്നു വരും. അതുകൊണ്ട് വിളക്ക് കൊളുത്തി അമ്മമാർ വൈകുന്നേരങ്ങളിൽ പ്രാവുകയാണ്, ശപിക്കുകയാണ് LDFനെയും UDFനെയും. ശ്രീ രാജു പി നായർ. BJPയുടെ ആരോപണത്തിനൊക്കെ മറുപടി പറയാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ കോമഡി അല്ലേ ഹാഷ്മിക്ക്? ഈയിടെയായിട്ട് ഈ ആരോപണങ്ങളുടെ ഗൗരവമൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. BJP ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള നല്ലൊരു സമരത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. ആദ്യം ഈ പാർട്ടിക്കകത്ത് തന്നെ വിമർശനം വന്നപ്പോഴാണല്ലോ ആ രാപ്പകൽ സമരം എന്ന് പറഞ്ഞൊരു നാടകം അരങ്ങേറിയത് ഇല്ലേ? പിന്നെ നടത്തിയ 2 സമരമുണ്ട്. ആ 2 സമരം എന്താ അറിയോ? പ്രിയങ്ക ഗാന്ധിയുടെ മുക്കത്തെ ഓഫീസിലേക്കും കൽപ്പറ്റയിലെ ഓഫീസിലേക്കും പ്രിയങ്ക ഗാന്ധി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട്. എന്താണ് BJPയുടെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമല്ലേ? ഇനി ഇവരുടെ കയ്യിലാണല്ലോ ED ഇരിക്കുന്നത്, ഒന്ന് കേസ് അന്വേഷിച്ചിട്ട് കൊണ്ടുപോവാ, അതോ നിങ്ങളുടെ കയ്യിലാണല്ലോ കസ്റ്റംസ് ഉൾപ്പെടെ ഇരിക്കുന്നത്? ഈ കൊണ്ടുപോയ കോടതി പറഞ്ഞ ഇവിടെ നിന്ന് മോഷ്ടിച്ച് കടത്തി, അന്താരാഷ്ട്ര ക്ഷേത്രക്കൊള്ള മാർഗത്തിൽ കടത്തി എന്ന് പറയുന്ന സാധനം ഈ കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തു കൊണ്ടുപോയോ ഇല്ലെന്ന് നിങ്ങൾ പറ. അപ്പം നിങ്ങളുടെ നേതാക്കന്മാർക്ക് അതിനകത്ത് പങ്കുള്ളത് കൊണ്ടായിരിക്കുമല്ലേ ഇത് കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്ത് കടത്താൻ പറ്റിയത്? വെറുതെ എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? തൽക്കാലം BJP കാണിക്കേണ്ടത് നട്ടലിന് നല്ല ബലം വാഴപ്പിണ്ടിയുടെ അല്ലെങ്കിൽ ആ CPMൻ്റെ ഓഫീസിലേക്ക് സമരം നടത്തുകയാണ്, പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്തുകയല്ല. കോമഡികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക അവർ. അതുകൊണ്ട് അവരുടെ ആരോപണത്തിനൊന്നും പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞു തന്നെ അധികമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ ജയേന്ദ്രൻ സാർ ഇവിടെ ചോദിച്ചത് ഈ എന്താ സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളത് പറഞ്ഞത് വലിയ പ്രശ്നമെന്നാണ്. എന്താ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നം? സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ആൾക്ക് അവകാശമാണ്. 90 ദിവസത്തിനുള്ളിൽ അതിനൊരു ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ആ പ്രതിക്ക് നിയമപരമായ അവകാശമാണ്, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ് അയാളുടെ ജാമ്യം. ഇത് മനസ്സിലാക്കാൻ അങ്ങേക്ക് പറ്റുന്നില്ലേ? അതിനകത്തൊക്കെ എന്തിനൊരു തർക്കം കൊണ്ടുവരേണ്ട കാര്യം? ഇനി മൂന്നാമത്തെ കാര്യം നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ ജയേന്ദ്രൻ സാർ പറഞ്ഞതാണ് ഒക്ടോബറിൽ നടത്തിയ സമരത്തിൽ CBI അന്വേഷണം നടത്തി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിയമസഭ സ്തംഭിച്ചു ആയിരുന്നോ? ഹാഷ്മിക്ക് അറിയാലോ. നിയമസഭ സ്തംഭിപ്പിച്ചത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടല്ല, നിയമസഭ സ്തംഭിപ്പിച്ചത് PS പ്രശാന്തിൻ്റെയും VN വാസവൻ്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. PS പ്രശാന്തിനും VN വാസവനും ഇതിനകത്ത് കുറ്റം ചെയ്തതിൽ ഇതിനകത്ത് പങ്കാളിത്തമുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെ ആ ബോധ്യം വന്നത്? കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, ഇപ്പോൾ ഇവർ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന ദേവസ്വം ബെഞ്ച് ഉണ്ടല്ലോ, ആ ദേവസ്വം ബെഞ്ച് പറഞ്ഞു 2019 ക്രമക്കേട് മറച്ചുവെക്കാൻ 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വന്നു എന്ന് മാത്രമല്ല, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തു 2024 ജൂലൈയിൽ പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ഇത് ദേവസ്വം ബെഞ്ചിലേക്ക് ചെല്ലുകയാണ്. ഈ പറയുന്ന ക്ഷേത്ര പാളികൾക്കും അതുപോലെ തന്നെ ഇതിനെല്ലാം ശോഭ മങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ കൊണ്ടുവരണം. അപ്പോൾ ദേവസ്വം ബോർഡ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൻ്റെ കാലഘട്ടം അപ്പോൾ മണ്ഡലകാലത്തിന് മുമ്പ് ചെയ്യണം. മണ്ഡലകാലത്തിന് മുമ്പ് നടന്നില്ല, മണ്ഡലകാലം കഴിഞ്ഞു, പിന്നെ ഇവർക്കിത് മാറ്റണ്ട. പിന്നെ വരുന്ന പറയൂ 2025 ജൂലൈയിലാണ്. 2025 ജൂലൈയിൽ 2024 ജൂലൈയിൽ ഉന്നയിച്ച അതേ ആവശ്യം ഉന്നയിക്കുകയാണ്. കോടതി എന്താ പറഞ്ഞത്? 2024 ജൂലൈ ഇതിന് ശേഷം മണ്ഡലകാലത്തിന് ശേഷം ജാനുവരി മുതൽ ജൂലൈ വരെ ഒരു അത്യാവശ്യവും ഇല്ലാതിരുന്നവർ 2025 ജൂലൈ അപ്പോൾ വീണ്ടും ഒരു അത്യാവശ്യം ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് തിടുക്കമുണ്ടാക്കിയത് ഈ കള്ളക്കടത്ത് നടത്തുന്നതിന് വേണ്ടി ആണെന്നാണ് കോടതിയുടെ വിധിയിൽ പറഞ്ഞത്. ആ വിധിയിൽ പറഞ്ഞ PS പ്രശാന്തിനെ നമ്മൾ ആരും അറിയാതെ 2 തവണ ചോദ്യം ചെയ്തു. ഒരു തവണയില്ല, 2 തവണ. ഒരു തവണ കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു, നമ്മൾ ആരും അറിഞ്ഞില്ല. അങ്ങനെ ആരും അറിയാതെ ചോദ്യം ചെയ്തതിനു ശേഷം വലിയ ചർച്ചയായി കഴിഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും ചോദ്യം ചെയ്തു. ആ വീണ്ടും ചോദ്യം ചെയ്തത് നമ്മൾ അറിഞ്ഞില്ല. ആ PS പ്രശാന്ത് ഹൈക്കോടതിയുടെ നിങ്ങൾ കുറ്റപത്രമാണ് നോക്കുന്നതെങ്കിൽ ഈ 11 ഉത്തരവ് എടുത്ത് ഒരുമിച്ച് എഴുതി വെച്ചാൽ കുറ്റപത്രമായി SITക്ക് മാറുമായിരുന്നു.
അങ്ങനെ കുറ്റം ചാർത്തപ്പെട്ട, ഹൈക്കോടതി കുറ്റം ചാർത്തിയ PS പ്രശാന്ത് അവിടെ ഇപ്പോഴും പുറത്തു നിൽക്കല്ലേ? എന്ത് അന്വേഷണത്തിനെ കുറിച്ചാണ് ഈ SITക്ക് നമ്മൾ താമ്രപത്രം കൊടുക്കേണ്ടത്? ഹൈക്കോടതി കൃത്യമായിട്ട് 2025 മറച്ചു വെക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്ന് പറഞ്ഞ PS പ്രശാന്തിനെ 2 വട്ടം ചോദ്യം ചെയ്തിട്ട് പുറത്തു നിർത്തിയിരിക്കുകയാണ്. അപ്പോ ഈ അന്വേഷണം ഹാഷ്മി മുഴുവനായിട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ സംശയം കാരണങ്ങളുണ്ട്. PS പ്രശാന്തിനെ ചോദിച്ചു. മാത്രമല്ല, ഈ 6 വർഷം ഇതിനൊക്കെ അതീതമായി നിന്ന അധികാരശക്തി ആരാണ് എന്നടക്കം കോടതി ചോദിച്ചതാണ്. അധികാരശക്തിയും ഈ പറയുന്ന പോലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഒന്നും ഉണ്ടായില്ല. അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ പഴിക്കാൻ കഴിയില്ല. ശരിയാണ്. ശ്രീ പണിക്കർ, ഇവിടെ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മെഹബൂബ് പറയുന്നത് മുഖ്യമന്ത്രിയെ കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ദൈവത്തെ പോലെ കാണുന്നു എന്നതാണ്. ആ ആയിരക്കണക്കിന് കുടുംബത്തിനൊക്കെ ദൈവത്തെ പോലെ കാണുന്ന ഒരാൾ പറഞ്ഞാൽ അപ്പീലില്ല. അങ്ങനെ അല്ലാത്ത കുറച്ചെങ്കിലും ആൾക്കാരുണ്ടാവില്ലേ? നോക്കൂ ശ്രീ പണിക്കർ, വെട്ടിത്തിരുത്തി ചെമ്പുപാളികളെന്ന് എഴുതിയ പത്മകുമാർ കിങ് പിൻ എന്ന് പറഞ്ഞത് SIT ആണ്. അത് തെളിയിക്കാൻ പ്രധാനം കയ്യക്ഷര പരിശോധനയാണ്. അതുപോലും ഉണ്ടായത് ഈ കഴിഞ്ഞ ആഴ്ചയാണ്. അതുകൊണ്ട് പരമാവധി വൈകിപ്പിച്ച് ജാമ്യം കിട്ടിക്കോട്ടെ എന്നൊരു അട്ടിമറി ഈ SITയിൽ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാവോ ശ്രീ പണിക്കർ? കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ശ്രീ ഹാഷ്മി ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ CPM പ്രതിനിധി ദൈവതുല്യനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ഈ ദൈവതുല്യരാവുക എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. പത്മകുമാർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. ദൈവതുല്യരായിട്ടുള്ള ചില ആൾക്കാർ നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചെയ്തു പോകും എന്നാണ്. അപ്പോൾ വെറുതെ ഇദ്ദേഹം ഇങ്ങനെ ആരാണ് ദൈവതുല്യർ എന്നതുമായി ബന്ധപ്പെട്ട് ക്ലൂ ഒന്നും കൊടുക്കരുതെന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. SITയുടെ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ ഈ ചർച്ചയിലുള്ള SITയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് മറുപടി പറയാം. ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് 475 ഗ്രാം സ്വർണം, പങ്കജ് ഭണ്ഡാരിയുടെ കയ്യിൽ നിന്ന് 110 ഗ്രാമോളം സ്വർണം. ഇതെന്തിനാണ് മൊത്തത്തിൽ ഈ 585 ഗ്രാം സ്വർണം SIT എന്തിനാണ് പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയൂ? ശ്രീ ജയചന്ദ്രൻ സാറ് അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുമെങ്കിൽ അദ്ദേഹം വിശദീകരിക്കട്ടെ. വളരെ കൃത്യമായിട്ട് ഈ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഈ പിടിച്ചെടുത്തിരിക്കുന്ന സ്വർണം തുല്യ അളവിലുള്ള വേറെ സ്വർണം എന്നാണ്, ഇക്വലന്റ് ഗോൾഡ് എന്നാണ്. ഇക്വലന്റ് ഗോൾഡ് എങ്ങനെയാണ് തൊണ്ടിയാവുക എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. അത് അവർ സ്വമേധയാ കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു തരത്തിലുള്ള ഇൻറ്റിമിഡേഷനും ഉണ്ടായിട്ടില്ല എന്ന് SIT തന്നെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ സ്വർണം എടുത്ത് വെച്ചിരിക്കുന്നത്? തുല്യ അളവിലുള്ള സ്വർണം വാങ്ങി ഈ തുല്യ തൊണ്ടി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ? സത്യത്തിൽ ആ 585 ഗ്രാം സ്വർണവും കത്തിയാണ്. കത്തി എന്തായിരുന്നോ മറ്റേ നമുക്കറിയാവുന്ന ആ വിഖ്യാതമായിട്ടുള്ള കേസ്, ആ കുപ്രസിദ്ധമായ കേസ്, ആ കേസിലെ കത്തിക്ക് തുല്യം തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന 585 ഗ്രാം സ്വർണം. അത് തൊണ്ടിയാണെങ്കിൽ മാത്രമേ അതിന് കോടതിയിൽ പോലും വിലയുള്ളൂ. അല്ല ശ്രീ, അത് അങ്ങനെയാണെങ്കിൽ അത് ഈ പറഞ്ഞ VSSൽ പരിശോധനയ്ക്ക് കൊടുക്കണം. അല്ല, ആ പരിശോധനയ്ക്ക് കൊടുത്തിട്ടില്ല. അത് മേടിച്ച് ഷെൽഫി വെച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഒറിജിനൽ സ്വർണം ഉരുക്കിയെടുത്തതാണെന്നുള്ളൊരു കേസ് SITക്ക് പോലും ഇല്ലെന്നേ. കാരണം SIT തന്നെ പറയുന്നത് എന്താണ്? അത് ഇക്വലന്റ് ഗോൾഡ് എന്നാണ്. അന്ന് ഉരുക്കിയെടുത്തിരിക്കുന്ന സ്വർണമെന്നല്ല, അത് മെൽറ്റ് ചെയ്തെടുത്തിരിക്കുന്ന സ്വർണ്ണമല്ല. അവർ പറയുന്നത് ഇക്വലന്റ് ഗോൾഡാണ്. അതായത് ഇതിൽ ഈ 109 ഗ്രാം ആണ് തനിക്ക് കൂലിയായിട്ട് കിട്ടിയത് എന്ന് ഈ പങ്കജ് ഭണ്ഡാരി പറയുമ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള സ്വർണം 109 ഗ്രാം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ കൊടുക്കുകയാണ്. അതേപോലെ ഭണ്ഡാരി പറയുന്നത് എൻ്റെ കയ്യിൽ വന്നിരുന്നത് 475 ഗ്രാം സ്വർണ്ണമാണ്, അതുകൊണ്ട് അത് പിടിച്ചോ എന്നും പറഞ്ഞിട്ട് അയാൾ കൊടുക്കുകയാണ്. അത് അന്ന് എടുത്തിരിക്കുന്ന സ്വർണം ഇവർ ഉരുക്കിയെടുത്തു എന്ന രീതിയിലത്തെ ഒരു കേസ് SITക്ക് പോലുമില്ല. അപ്പോൾ തൊണ്ടിയാകാൻ ഒരു സാധ്യതയുമില്ലാത്ത കത്തിക്ക് തുല്യമായിട്ടുള്ള ഈ 585 ഗ്രാം സ്വർണം എന്തിനാണ് പിടിച്ചെടുത്തതെന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. അടുത്തത്, വാജിവാഹനം എന്തിനാണ് എടുത്തുകൊണ്ട് പോയത് എന്നതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയുമോ? പോട്ടെ, ഏത് കേസിലാണ് ഈ വാജിവാഹനം എടുത്തുകൊണ്ട് പോയതെന്നെങ്കിലും അറിയുമോ? കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിലോ സ്വർണ്ണപ്പാളിയുമായി മറ്റേ ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ട കേസിലോ വാജിവാഹനം വരുന്നതേയില്ല. അത് മറ്റൊരു പീരീഡിലുള്ള കാര്യമാണ്. 2017 മറ്റേതൊക്കെ 2018 19 അതുമായിട്ട് ബന്ധമില്ല. ഏത് കേസിൽ എന്തിനാണ് അത് പിടിച്ചുകൊണ്ട് പോയത്? അത് തന്നെയുമല്ല, ഹൈക്കോടതി നിയമിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ദേവസ്വത്തിന്റെ ഭരണസമിതിയിലുള്ള ആൾക്കാർ ഉൾപ്പെടെ അതിന്റെ അധികാരികൾ മറ്റ് ദേവസ്വം ബോർഡ് ഓഫീസർമാരുടെയും ഭക്തജനങ്ങളുടെയും മുന്നിൽ വെച്ച് ഔദ്യോഗികമായി പരസ്യമായി തന്ത്രിക്ക് കൈമാറിയിരിക്കുന്ന കാര്യമാണ് വാജിവാഹനം. അതിന്റെ റിപ്പോർട്ട് പിന്നീട് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. കേരള ഹൈക്കോടതി ആ റിപ്പോർട്ട് സ്വീകരിക്കുകയും ചെയ്തതാണ്. അങ്ങനെയുള്ള ഒരു വസ്തുവിനെ റെയ്ഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഏത് കേസിലാണ് എന്നെങ്കിലും നമ്മൾ അറിയേണ്ടതല്ലേ? ഞാൻ പറയുന്നത്, കൊടിമരവുമായി ബന്ധപ്പെട്ടോ വാജിവാഹനവുമായി ബന്ധപ്പെട്ടോ ഒരു കേസ് മേക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ SIT അത് അന്വേഷിച്ചോട്ടെ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിന് വേണമെങ്കിൽ പ്രത്യേകമായിട്ടൊരു അന്വേഷണ സംഘത്തിനെ രൂപീകരിക്കാം. ഈ 2 പ്രധാനപ്പെട്ട കേസുകൾ, കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടതും ദ്വാരപാലകപാളിയുമായി ബന്ധപ്പെട്ടതുമായിട്ടുള്ള ഈ കേസ് അന്വേഷിക്കുന്ന ആൾക്കാർ തന്നെ എന്തിനാണ് ഒരു ഡിറ്റൂർ എടുക്കുന്നത്? എന്തിനാണ് അവർ ഈ വഴി മാറി മറ്റ് റൂട്ടുകളിലേക്കൊക്കെ പോകുന്നത്? അപ്പോൾ അന്നേരം ഉണ്ടാകുന്നത് എന്താണ്? നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ പത്മകുമാറിന്റെ കൈയക്ഷരം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാമായിരുന്നു. ആദ്യമേ തന്നെ VSSയിലേക്ക് ഇത് അയക്കാമായിരുന്നു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. 39 ദിവസം ട്രാവൽ ചെയ്ത് ചെന്നൈയിൽ എത്തുന്ന മാത്രയിൽ
ശബരിമലയിൽ അളന്നിരുന്ന വെയിറ്റിനേക്കാൾ 4.5 കിലോ എന്തെങ്കിലും മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദ്വാരപാലക പാളികളിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാമായിരുന്നു. ഹൈദരാബാദിലേക്ക് ഇത് പോയി എന്ന് പറയുന്നു. അപ്പോൾ ഹൈദരാബാദിലുള്ള ആൾക്കാരെ പറ്റി അന്വേഷിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതൊന്നും തന്നെ നടക്കാതെ വെറുതെ ഇവരിങ്ങനെ അടയിരിക്കുകയാണ് എങ്കിൽ പിന്നീട് എന്ത് തരത്തിലുള്ള ഗൗരവമായിട്ടുള്ള അന്വേഷണമാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമില്ലേ? ഇവിടെ ഇതിനെ സാധൂകരിക്കുന്ന ആൾക്കാരാരാണ്? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കം സഭയിൽ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അദ്ദേഹം ആക്രമിക്കാൻ ശ്രമിക്കുന്നത് പരോക്ഷമായിട്ടെങ്കിലും അവിടെ സിംഗിൾ ബെഞ്ചിനെയാണ്. സിംഗിൾ ബെഞ്ചിന് ഇത് പറയേണ്ടുന്ന കാര്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അദ്ദേഹത്തിന് തോന്നിയ കാര്യം അദ്ദേഹം എഴുതി എന്നാണ്. തോന്നിയ കാര്യം എഴുതുന്നതിന് വേണ്ടിയിട്ടാണോ ഒരു ജഡ്ജ് അവിടെ ഇരിക്കുന്നത്? ഈ അന്വേഷണം എത്രത്തോളം കേരളീയ പൊതുസമൂഹത്തിന് പ്രധാനപ്പെട്ടതാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നേരത്തെ ഈ അറസ്റ്റ് വൈകിയിരിക്കുന്ന കാര്യത്തിൽ ജെനുവിനായിട്ടാണോ ഈ ഹോസ്പിറ്റലൈസേഷൻ എന്ന കാര്യത്തിൽ പോലും ജസ്റ്റിസ് ബദറുദ്ദീൻ ഒരു സംശയം പ്രകടിപ്പിച്ചത്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമ്മൾ ഒരു സീരിയസ് ആയിട്ടുള്ള ശരിയായ രീതിയിൽ പോകുന്ന ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുള്ളതാണോ ശ്രീ ഹാഷ്മി? സീരിയസ് ലാക്സിറ്റി അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി പറയുകയാണ്. കാസ്റ്റിംഗ് എ ഷാഡോ ഓഫ് ഡൗട്ട്. ഇത് ഹൈക്കോടതി പറയുകയാണ് സീരിയസ് സ്റ്റാഗ്നേഷൻ നിങ്ങളുടെ അന്വേഷണത്തിന് സംഭവിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ആങ്സൈറ്റി ആൻഡ് ഡിസ്പ്ലഷർ. ഞാൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു അന്വേഷണം ശരിയായ ദിശയിലല്ല പോകുന്നത് എന്നുള്ളത് ഇവിടുത്തെ പ്രതിപക്ഷം ഉണ്ടാക്കുന്ന നറേറ്റീവോ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന നറേറ്റീവോ അല്ല, മറിച്ച് അത് ഇവിടെ കോടതിക്ക് തോന്നിയിരിക്കുന്നതാണ്. കേരള ഹൈക്കോടതിയുടെ ഒരു ഭാഗത്തിനെ മാത്രം എടുത്തുകൊണ്ട് വെള്ള ഭാഗം ഇതാണ്, മറ്റേത് കറുത്ത ഭാഗമാണ് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ ശാസ്ത്രീയമായ പരിശോധന ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ 90 ദിവസത്തിലേക്കുള്ള കുറ്റപത്രം കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നടത്താനായിട്ട് ഇവർക്ക് സാധ്യമാകുമായിരുന്നു. വളരെ സീസൺഡ് ആയിട്ടുള്ള ശ്രീ വെങ്കടേഷിനെ പോലെയുള്ള, ശശിധരനെ പോലെയുള്ള വളരെ സീസൺഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ ഇതിലുള്ളത്. അപ്പോൾ അവരെ മറ്റാരെങ്കിലും ഒന്ന് പഠിപ്പിക്കണോ? ഇനി അഥവാ ആരെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ആദ്യം ഏതോ ഒരു 9 പോയിന്റുകൾ വെച്ചിട്ട് ഡിവിഷൻ ബെഞ്ച് തന്നെ ആയിരുന്നല്ലോ വളരെ കൃത്യമായിട്ട് അന്വേഷണം ഇന്ന രീതിയിലത്തേക്ക് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ രീതിയിലത്തേക്ക് പോയിട്ടുണ്ടോ? എന്നിട്ട് അവസാനം ഇവരെന്ത് ചെയ്തു? നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്കല്ലാതെ മറ്റു പല മാർഗങ്ങളിലേക്കും പോയി. ഇതിന്റെ ഏറ്റവും കൂടുതൽ സുഭാഷ് കപൂർ മോഡൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ മുരാരി ബാബുവും വാസുവും പത്മകുമാറും ചേർന്നതാണ് സുഭാഷ് കപൂർ മോഡൽ എന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അത്ര വെട്ടികളല്ലല്ലോ നമ്മൾ. അപ്പൊ അതിന് മുകളിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞിരിക്കുന്ന സുഭാഷ് കപൂർ മോഡൽ സാധ്യമാവുകയുള്ളൂ. പക്ഷെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയുടെ തലവനായിരുന്ന ഒരാളിന് മുകളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ 5 പേരുടെ കാര്യം പറയുന്നുണ്ട്. 5 പേരിൽ ആരെയും അറസ്റ്റ് ചെയ്ത് നമുക്ക് അറിയില്ല. എം ജയന്തൻ, താങ്കൾ നേരത്തെ പറഞ്ഞ വാജുവാഹനവും കുടിമരവും ഒന്നും ഈ കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതല്ല. എങ്ങനെ ബന്ധമുള്ളതല്ല? സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ഒക്കെ ഈ കേസിൽ ഏത് രീതിയിൽ ബന്ധമില്ലാത്തതാണോ? അതുപോലെ തന്നെ ഈ കേസിൽ ബന്ധമുള്ളത് 2019 സ്വർണ്ണക്കൊള്ളയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിലാണ് അന്വേഷണം. അതിൽപ്പെട്ട ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട കിങ് പിൻ എന്ന് പറയുന്ന ഒരാൾ CPM ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോഴും ഇരിക്കുകയാണ്. ഈ SIT ആൽ പത്മകുമാർ കുറ്റമോചിതനാകും എന്ന കോൺഫിഡൻസിലാണോ കേവലം ഒരു നടപടി പോലും അയാൾക്കെതിരെ CPM എടുക്കാതിരിക്കുന്നത് ശ്രീ എം ജയന്തൻ ഇപ്പോഴും? അതിനു മുമ്പ് ഹാഷ്മി, പ്രിയപ്പെട്ട ശ്രീജിത്ത് പണിക്കർ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എനിക്കറിയാവുന്ന ഒരു ഗവൺമെൻറ് നോട്ടിലെ, ഒഫീഷ്യൽ നോട്ടിലെ ഒരു ചെറിയ ഭാഗം പ്രസക്തമായത് ഞാനിവിടെ വായിക്കാം. അത് ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ 12 ദ്വാരപാലക പാളികളാണ് കൊണ്ടുപോയത്. ദ്വാരപാലകരുടെ 2 താങ്ങുപീഠങ്ങൾ ഉൾപ്പെടെ താഴ്ഭാഗത്തുള്ള 4 പാളികളിലാണ് കൂടുതൽ തകരാറുകൾ ഉണ്ടായിരുന്നത്. അതിലെ സ്വർണം വേർതിരിച്ച് ലായനിയിൽ സൂക്ഷിച്ച ശേഷം തകരാറുകൾ മാറ്റി. 4 പാളികളിൽ തകരാറുകളില്ലാത്തതിനാൽ അഴുക്കുകൾ മാറ്റി ലാക്കർ കോട്ടിംഗ് ചെയ്തു. മറ്റ് 4 പാളികളിൽ തേയ്മാനം കൊണ്ട് സ്വർണ്ണനഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ സ്വർണം അധികമായി ചേർക്കേണ്ടി വന്നു. ചെന്നൈയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൊണ്ടുപോയ ദ്വാരപാലക കവചങ്ങളുടെ ജോലികൾ എല്ലാ നിയമങ്ങളും പാലിച്ച് മുഴുവൻ സമയ വീഡിയോ റെക്കോർഡിംഗ് നടത്തി ഓരോ വർക്കിൻ്റെയും മഹസർ തയ്യാറാക്കി വിജിലൻസ് അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് പണികൾ നടത്തിയത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പണികൾ ഇടയ്ക്ക് നിർത്തിവെച്ചെങ്കിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിവരങ്ങൾ ബോധ്യപ്പെടുത്തി പണികൾ പൂർത്തിയാക്കി തിരികെ എത്തിക്കാൻ അനുമതി നൽകി. അങ്ങനെയാണ്. ഞാൻ ഒരു ചെറിയ നോട്ടാണ് വായിക്കുന്നത് ശ്രീജിത്ത് പണിക്കർ. അതിൻ്റെ ദീർഘഭാഗങ്ങൾ പറയാനുള്ള സമയം ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഇത് ഈ ഹാഷ്മിയുടെ ചോദ്യത്തിന് ഇത് പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. ജയചന്ദ്രൻ മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലാത്ത കേസാണിത്. കാര്യം ആ പാർട്ടിയുടെ CPIM എന്ന രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് ആ പാർട്ടിയുടെ നിലപാടെന്നുള്ളത്. ഹാഷ്മി, അത് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ എന്താണ് ഇയാളുടെ
കുറ്റം എന്ന് ബോധ്യപ്പെടുക, അത് മാത്രമാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ബോധ്യപ്പെട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നത് ആ പാർട്ടിയുടെ നയമാണ്. രാഷ്ട്രീയത്തിൽ കൊടുക്കുമ്പോൾ പത്മകുമാറിന്റെ പങ്കിനെ പറ്റി പാർട്ടിക്ക് ബോധ്യപ്പെട്ടില്ല. നമ്മൾ എത്ര ചർച്ച ചെയ്താലും ശരി, അതിനാണ് രാഷ്ട്രീയ സംരക്ഷണം പറഞ്ഞ സെം ജയേന്ദ്രൻ. ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് പാർട്ടി പൂർണ്ണമായി പിന്തുണ കൊടുക്കുന്നു. അതാണ് ഈ പറയുന്ന നേരത്തെ ബദറുദ്ദീന്റെ ബെഞ്ച് സ്വാധീനത്താൽ അട്ടിമറിക്കും എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വാധീനമടക്കം. അതാണ് ശരി, അത് പാർട്ടിക്ക് ബോധ്യപ്പെടട്ടെ, ജനത്തിന് ബോധ്യപ്പെട്ടാലും ഇല്ലെങ്കിലും. എന്തായാലും അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നിശ്ചയമായും ശിക്ഷിക്കപ്പെടുക. പോറ്റി ജാമ്യം കിട്ടിപ്പോയിട്ട് അകത്ത് കിടക്കും. ഇപ്പോഴും ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ, അവരുടെ അന്വേഷണങ്ങളുടെ ഒരു കൾമിനേഷൻ, ഒരു ഇൻവോൾവ്മെന്റും ഇല്ലെങ്കിൽ സെം ജയേന്ദ്രൻ പോറ്റി ജാമ്യം കിട്ടിപ്പോയിട്ട് ഇപ്പോഴും അകത്ത് കിടക്കുമോ? പത്മകുമാറും വാസുവും പോട്ടെ, അത് പാർട്ടിയുടെ ബോധ്യമാണ്. ആ ബോധ്യം ചിലപ്പോൾ ജനത്തിന് ബോധ്യപ്പെടണമെന്നില്ല. ഈ ഒരു അന്വേഷണം നടത്തുന്ന ജഡ്ജസ് ആണ് ഇവരെന്ന് ഹാഷ്മി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പോട്ടെ. അല്ല, ഞാൻ അല്ല, അത് കുറ്റപത്രം പാർട്ടിയുടെ ബോധ്യം. ഇപ്പൊ അവിടെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നതുകൊണ്ടാണ് പാർട്ടിയുടെ ബോധ്യമാണ്. അതുപോലെ പാർട്ടിയുടെ ബോധ്യം ചിലപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമാണോന്നില്ല. ഉണ്ടല്ലോ, പിന്നെ ക്രിട്ടിസൈസ് ജഡ്ജ്മെന്റ്സ് നോട്ട് ജഡ്ജസ് എന്ന് പറയും. ഇത് എന്നാ അങ്ങനെ പറയാം, അങ്ങനെയാണ് പ്രമാണമെങ്കിലും ഇപ്പൊ എടുത്ത് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ദേവസ്വം ഡിവിഷൻ ബെഞ്ചിൻ്റെ പക്കൽ ഇരിക്കുന്ന ഒരു കേസിൻ്റെ ന്യായാന്യായങ്ങളെ സംബന്ധിച്ച് ആധികാരികം എന്ന മട്ടിലല്ല, ആധികാരികമായി തന്നെ അദ്ദേഹം ഇൻ റൈറ്റിങ്ങിൽ താങ്കൾ പറഞ്ഞ 81 പേജ് വിധിന്യായം എന്തെങ്കിലും ഉണ്ട്. പിന്നെ അത് അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയാണോ എന്നുള്ളത് ബന്ധപ്പെട്ട ജഡ്ജി തന്നെ സ്വയം രണ്ടും ഹൈക്കോടതിയാണ്. അത് തിരുത്തണമെങ്കിൽ ദേവസ്വം ബെഞ്ചിന് തിരുത്താനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ദേവസ്വം ബെഞ്ച് തിരുത്തിയിട്ടില്ല. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. ശരി, CBSE അങ്ങ് എത്തിയപ്പോൾ കുറച്ചൊന്ന് വൈകി, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരിക്കൽ കൂടി ഒരാൾ സമയം കിട്ടാതെ പോകുന്നത്. ഒന്ന് ചുരുങ്ങിയ വാക്കിൽ പറയാമോ രാജീവ് പിതാവിന് മറുപടി? ഞങ്ങൾ അങ്ങനെയാണ് അതിനെ വിശ്വസിക്കുന്നത്. നല്ല രീതിയിലാണ് ബിജെപിയുടെ സമരങ്ങളൊന്നും അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം ഈ സീറ്റ് ചർച്ചയായിട്ട് ബന്ധപ്പെട്ടും ആശങ്ക കടന്നുകൊണ്ടായിരിക്കും. മിനിഞ്ഞാന്നത്തെ 24 ന്യൂസിന്റെ ഒരു 37 മിനിറ്റുള്ള വിഷയമുണ്ട്, യുവമോർച്ചയുടെ സമരം. അത് കണ്ടാൽ മതി. പിന്നെ രണ്ടാമത്തെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്നാൽ നമുക്ക് വീണ്ടും ഇരിക്കേണ്ടി വരും. ഇത് നമുക്ക് അതിൽ കൂടുതൽ സംസാരിക്കാം. ഇതിൽ ഒന്നാം പ്രതി പോറ്റിയടക്കം ജാമ്യത്തിലിറങ്ങി പോകുമ്പോൾ സർക്കാരിന് അതിൽ ആശങ്കയില്ലെങ്കിലും ഭക്തർക്ക്, അയ്യപ്പന്റെ വിശ്വാസികൾക്ക് അതിൽ കടുത്ത ആശങ്കയുണ്ട്. അതിൽ തർക്കമില്ല. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.